ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ വീണ്ടും ഒരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചി എപ്പോൾ നോക്കിയാൽ ക്യാരറ്റാണല്ലോ കുറേ ദിവസം കൊണ്ടെന്ന്. ക്യാരറ്റ് കൊണ്ട് നമുക്ക് പലതരത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാം. സ്വീറ്റ്സ് ഉണ്ടാക്കാം, അല്ലാതെ വെജിറ്റബിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ പല രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് വേറൊരു ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ചെയ്യാനായിട്ട്. അതൊരു നല്ലൊരു ചമ്മന്തിയായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. അത് ആർക്കെങ്കിലും അറിയാമെന്ന് അറിയില്ല, ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നിയ ഒരു ഐഡിയ ക്യാരറ്റ് കൊണ്ട്. അപ്പം ഞാനൊരു 4-5 ക്യാരറ്റ് ചെറുത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സവാള, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് തന്നെ 2 ഐറ്റം കൂടെ ഉണ്ട്, 3 ഐറ്റം കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി 3 ഐറ്റം ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് നമുക്കിതൊന്ന് പിന്നെ ഉരച്ചെടുക്കണം. തോരന് ഉരയ്ക്കില്ല, അതുപോലെ നമ്മൾ ഉരച്ചെടുക്കുക. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉരച്ചെടുക്കാം. ഓക്കെ, അരിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഞാൻ ഉരച്ചെടുക്കുവാണ്. പെട്ടെന്ന് ജോലി തീരുമല്ലോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം കേട്ടോ. അതിപ്പം ഞാനൊരു കുറച്ചേ എടുത്തുള്ളൂ. ഇന്ന് ചമ്മന്തി അരയ്ക്കാമെന്നാണ് വിചാരിച്ചത്. വീട്ടിലെ ഡിഷായത്. വീട്ടിൽ വേറെ ഒന്നുമില്ല കറിക്ക്. അപ്പോൾ നോക്കിയപ്പം ക്യാരറ്റുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ ചമ്മന്തി പിന്നെ ഒരു ദിവസം ആക്കാം. ഓക്കെ, അപ്പം ഇതൊന്ന് വീട്ടിലെ കറിയൊന്നും വേറെ ഇല്ല. ഒരു ഇച്ചിരി രസം ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടെ ഒന്നാക്കാമെന്ന് വെച്ചു. ഉള്ളത് വെച്ച് ഓണം പോലെ. അപ്പോൾ ഇത് ഉരച്ച് കൊണ്ടുവരാവേ. ഓക്കെ, എന്നിട്ട് കാണിക്കാം. എല്ലാം ഉരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ. എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ക്യാരറ്റ്, ചെറിയൊരു സവാള, പിന്നെ 3 മുട്ട. 2 മതി എങ്കിലും ഞാൻ 1 കൂടെ എടുത്തു. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. പിന്നെ 2 പച്ചമുളക്, കരിവേപ്പില, പിന്നെ വന്നിട്ട് തേങ്ങ എൻ്റെ ഇഷ്ടത്തിന് ഇടുന്നതാണ്. തേങ്ങ വേണമെന്നില്ല. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇട്ടാൽ മതി. ഇത് ഞാൻ ഇച്ചിരി തേങ്ങ കൂടെ ഇടാമെന്ന് വെച്ചു. ഓക്കെ, അപ്പം ക്യാരറ്റ് മുട്ട തോരൻ. ഓക്കെ, ഇന്ന് ഉച്ചയ്ക്ക് അതാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു നല്ല മനുഷ്യത്വമുള്ളവർക്ക് ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന കണ്ടിട്ട് നമുക്ക് മനസ്സിങ്ങനെ അടക്കി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് നമ്മുടെ അഭിപ്രായം നമുക്ക് തുറന്ന് പറയാം, അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മീഡിയാസിലൊക്കെ കണ്ട കാര്യങ്ങൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, പിന്നെ സമയമുണ്ടെങ്കിൽ എൻ്റെ അപ്പനെക്കുറിച്ചും കുറച്ച് പറയാം, ഇല്ലെങ്കിൽ നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഡിഷ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് സംസാരിക്കാം.
അപ്പോൾ ചട്ടി ചൂടാകാൻ വെച്ചു. ചട്ടി ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ മതിയെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാതെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എഴുന്നേറ്റ് നിന്നാലേ പറ്റും. ഇനി സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചിട്ടേക്കാം. ഓക്കെ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടായിരുന്നോ? നിങ്ങൾ കാണണം കേട്ടോ. കാണുകയും ചെയ്യണം, കേൾക്കുകയും ചെയ്യണം. ഓക്കെ. ഓ, എന്നാ ചൂടെടുത്ത് തുടങ്ങി. ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റാ കേട്ടോ. എന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് ഉറക്കം രാത്രി ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലാതെ ഉറക്കം ഇല്ല, നഷ്ടപ്പെട്ടു ഈ ആക്സിഡൻറ്റിന് ശേഷം. പിന്നെ വെളുപ്പിനെയൊക്കെയാണ് ഉറങ്ങുന്നത്. പിന്നെ വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി പിന്നെ ചോറ് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിത്തെ ചോറ് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. അപ്പം ഈ ഒരു ഐറ്റം ഉണ്ടാക്കാം. പിന്നെ രസം ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ കുറച്ച് മത്തി ഇരിപ്പുണ്ട്. അത് മുളക് പുരട്ടി വച്ചിട്ടുണ്ട്. അത് ഉച്ചയ്ക്കൊന്ന് വറുത്തെടുക്കണം. ഇത്രയേ ഉള്ളൂ ഡിഷ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ്. പല രീതിയിൽ നമുക്കിത് വെച്ച് ചെയ്യാം. അപ്പം ഇന്നലെ എനിക്കങ്ങനെ തോന്നിയതാണ്. ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. കുട്ടികളും കഴിക്കുമല്ലോ. ക്യാരറ്റ് വെറുതെ നമ്മൾ തോരൻ വെച്ച് കൊടുത്താൽ
ചില കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ കുറച്ച് മുട്ട കൂടെ ആഡ് ചെയ്യുമ്പോൾ അവർക്കൊരു കളർഫുള്ളായിരിക്കും, കഴിക്കാനും ടേസ്റ്റായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടെ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി എന്തായിരുന്നാലും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഓക്കെ. ചൂടായിപ്പോയി. അയ്യോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ക്യാരറ്റിൻ്റെയും മുളക് സവാളയുടെയൊക്കെ ഒന്ന് പച്ച ഒന്ന് കുത്തൽ മാറാൻ 5 മിനിറ്റ് ഇട്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ. അതൊരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ വച്ചെടുക്കാനായിട്ട്. വലിയ സമയമൊന്നും വേണ്ട അതിന്. ചോറ് കഴിക്കുന്ന സമയത്തായിരുന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കറിയൊന്നും ഇല്ലെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. രണ്ട് മുട്ട എടുക്കാമെന്നാണ് വെച്ചത്. ഞാൻ 3 എടുക്കുകയാണ്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. മുട്ടയിൽ ശകലം ഉപ്പ് വേണമല്ലോ. ക്യാരറ്റിന് ഇട്ടായിരുന്നു. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ മതിയാവും. നമ്മളെല്ലാം മിക്സ് ചേർക്കുന്നില്ല, മുട്ട എല്ലാം അതിലുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കറി വേണമെന്നില്ല, ഇത് തന്നെ മതി. ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ, ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. ഓക്കെ. നല്ല മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ മുട്ട എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാവണം. തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്നല്ല മോനെ കൊണ്ട് ചുരണ്ടി വെച്ചതാണ് ഫ്രീസറിൽ. കുറച്ചിട്ടാൽ മതി. ഞാനൊന്ന് ഇതും കൂടെ ഒന്ന് ഇടാമെന്ന് വെച്ചു, കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമല്ലോ. കാണുന്നുണ്ടോ? കണ്ടോ? ഇതുപോലെ പെട്ടെന്ന് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് കറിയില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല ചൂട്. ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല, കാല് വേദനിക്കുന്നു. ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല. ഇത് ഓഫ് ചെയ്തേക്കാം കേട്ടോ, മതിയായി. തീ മതി. ഗ്യാസ് ഓഫ് ചെയ്തേ.
കാരണം ഒരു 5-6 മിനിറ്റ് നമുക്ക് മതിയാവും ഇതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കറക്റ്റാണ് കേട്ടോ. കറക്റ്റാണ്. ഒന്ന് ഒരിക്കട്ടെ കേട്ടോ, തണുക്കട്ടെ. ഞാനിപ്പോൾ വരാം. തണുത്ത വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ പോയതാണ് ഫ്രിഡ്ജിൽ നിന്ന്. അത് കുടിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. വേർത്തങ്ങ് ഒലിക്കുമായിരുന്നു. ഇത്രയും സമയം ഒരു 5 മിനിറ്റേ നിന്നുള്ളൂ. എന്നാ ചൂടാ അല്ലേ, ഭയങ്കര ചൂടാണ്, സഹിക്കാൻ മേല. പിന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ എന്നാ ഉണ്ട്? നിങ്ങളുടെ വിശേഷമൊക്കെ എന്നോട് പറയണം കേട്ടോ. പിന്നെ ഞാൻ ഈ മീഡിയാസിലൊക്കെ കുറേ കാര്യങ്ങളിങ്ങനെ കേട്ടായിരുന്നേ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കുറേ ഞാൻ ശ്രമിച്ച് നോക്കി. അപ്പം നമ്മളെപ്പോലെ ഉള്ളവർ പ്രതികരിക്കാതിരുന്നാൽ ശരിയാവില്ല. എല്ലാവരും കൂടെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവും. കാര്യം അറിയാതെ പുള്ളീനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും അടങ്ങിയിരിക്കില്ല, പ്രതികരിക്കും. എന്നെപ്പോലെ ഒത്തിരി പേര് പ്രതികരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ ലോകത്തിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് അനീതിയും കൊലയും പരസ്പരം മോൻ അമ്മേനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു എന്നൊക്കെ നമ്മൾ ഡെയിലി ന്യൂസിൽ കേൾക്കുമോ. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ കേട്ടറിവ് പോലും ഇല്ല. ഇന്ന് ലോകം ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. മനസ്സിലായോ? അപ്പം ഈ കാലഘട്ടത്തിലും ഇങ്ങനെ കുറച്ച് പേര് ന്യായത്തിൻ്റെ പക്ഷത്ത് പറയാനായിട്ട് ഉണ്ടല്ലോ, നല്ല മനസ്സുള്ളവർ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇതിൽ ഒരുപാട് പേര് അനുകൂലിച്ച് പ്രതികരിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം എന്നെപ്പോലെ ഉള്ളവരാണത് പ്രതികരിക്കുന്നത്. അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. എനിക്കും അതെ. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലും തോന്നി, കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ തലമുറ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന അറിവ് പറഞ്ഞു കൊടുക്കാമെന്ന് എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഇതിൽ ഞാൻ സംസാരിക്കുന്നത്. ഇതെങ്ങനെ നിങ്ങൾ എടുക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ള അറിയാമെന്നുള്ളവർക്ക്, ഇതിനെക്കുറിച്ച് ജ്ഞാനവും ബുദ്ധിയും കഴിവും അറിവും ഉള്ളവർക്ക് ഇത് പറയുന്നത് മനസ്സിലാകും. അവരൊരിക്കലും കുറ്റപ്പെടുത്തില്ല. അവർ എന്നെപ്പോലെ ഉള്ളവരുടെ കൂടെയും ഇതുപോലെ പറയുന്നവരുടെ കൂടെയും അനുകൂലമായിട്ട് അവർ നിൽക്കും. മനസ്സിലായോ? അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കും. അവർ പറയുന്ന ന്യായമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അറിഞ്ഞുകൂടാത്തവർ ഇത് പ്രതികരിക്കും. ഇവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ കാര്യത്തിലോട്ട് വരാം. ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ മാരാറിനെ കുറിച്ച് മീഡിയാസിലൊക്കെ ഒത്തിരി പേര് അഖിൽ മാരാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുള്ളീനെ ഒരുപാട് എടുത്തിട്ട് കാര്യം അറിയാതെ എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ് ചെയ്യുന്ന പുള്ളി ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ അത് മുഴുവനും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കേൾക്കാതെ, പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, തോക്കിനകത്ത് കയറി വെടിവെക്കുന്നത്. എന്ന് വെച്ചാൽ പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ അത് മനസ്സിലാക്കാതെ കയറി അങ്ങ് വെടിവെച്ച് കളയും. പിന്നീടാണ് അത് ചിന്തിക്കുന്നത്, അയ്യോ അത് ഫുള്ള് അറിഞ്ഞതിന് ശേഷമാണ് ചിന്തിക്കുന്നത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കും. മനസ്സിലായോ? പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ അഖിൽ മാരാറിൻ്റെ കേസ്. ഇതിൽ ഞാനത് കേട്ടതാണ് പുള്ളി പറയുന്നത്. അപ്പം എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. കാരണം പുള്ളി പറയുന്ന ന്യായമാണ്. കാരണം പുള്ളി തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. അത് പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു. അതായത് പുള്ളി നാട്ടും പുറത്തെങ്ങാണ്ടാണ് പുള്ളി ജീവിക്കുന്നത്. ഒരു കശുവണ്ടി, പുള്ളിയുടെ അമ്മ കശുവണ്ടി ഇതിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കൾച്ചറിൽ വളർന്നു വരുന്നതാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെയുള്ള പണ്ടുള്ള അമ്മമാരും അഖിൽമാരാറിൻ്റെ അമ്മയും കുഞ്ഞുനാളിലെ ഇത് കണ്ട് പുള്ളിക്കാരൻ വളർന്ന് കണ്ടിട്ടുള്ളതും കേട്ടറിവുള്ളതും വെച്ചിട്ടാണ് പുള്ളി അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പുള്ളി പറഞ്ഞതിൻ്റെ കൂട്ടത്ത് അതൊരു ഉദാഹരണമായി പറഞ്ഞതാണ്. അന്നത്തെ കാലത്ത് മാറ്റങ്ങളും ഇന്നത്തെ കാലത്ത് ഒരുപാട് ചേഞ്ചാണ്. അന്നത്തെ കാലത്ത് ഈ ചേഞ്ചൊന്നും ഇല്ല. അതുകൊണ്ട് രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്, മനസ്സിലായോ? അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒരുപാട് വ്യത്യാസമുണ്ട്, മനസ്സിലായോ? അതെന്നാന്ന് പറഞ്ഞ വ്യത്യാസം എന്നാൽ അതാ പുള്ളി പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ പുള്ളീനെ എടുത്തിട്ട് അങ്ങ് അലക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ കുറേ ആണുങ്ങളും ചേർന്നിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ കൂടെ ചില ഭർത്താക്കന്മാർ. ഞാൻ കണ്ടു കുറേ വീഡിയോസ്. എന്നതാ പുള്ളി ഇതിന് മാത്രം അപരാധം പറഞ്ഞേ? പുള്ളി ഒരു ചെറിയൊരു ഉദാഹരണമല്ലേ പറഞ്ഞുള്ളൂ. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തിനാണ് പുള്ളീനെ ഇത്രയും ക്രൂശിക്കുന്നത്? പുള്ളി 100% പറഞ്ഞ് 100% ഞാൻ യോജിക്കുന്നു. എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് പണ്ടത്തെ കാലത്തെ കുറേ അറിവ് വെച്ച് അവർക്കും അറിയാം പുള്ളീൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, അതുറപ്പാണ്. ഈ അറിഞ്ഞുകൂടാത്ത ഒരു കുറച്ച് പേരാണ് ഇത് എടുത്തിട്ട് അങ്ങ് അലക്കുക. അഖിൽമാരാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതാ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം ആദ്യം മനസ്സിലാക്കണം. അത് നിങ്ങളുടെയും കുഴപ്പമില്ല. അതായത് നിങ്ങൾ വളർന്നു വന്ന ആ ഒരു ഇതാണ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാനും വീട്ടിൽ അങ്ങനെ ആരും ഇല്ലായിരിക്കും. ചിലപ്പം പണ്ടത്തെ കാലത്തെ അമ്മമാർക്കും ചിലപ്പോൾ അത് പറഞ്ഞു തരേണ്ട ടൈം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെയൊക്കെ മിസ്റ്റേക്കാണ് നിങ്ങൾക്ക്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ കേട്ടറിഞ്ഞ് വളർന്ന ഒരാളാണ്. പണ്ട് കാലങ്ങളിൽ എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അയൽപക്കത്തൊക്കെ ഒരുപാട് അമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാര്യങ്ങളാണ്. ഞങ്ങൾ കുഞ്ഞുനാളിലെ വളർന്ന് വന്നപ്പോൾ അത് കേട്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് അഖിൽമാരാർ പറഞ്ഞ കാര്യം എനിക്ക് തെറ്റാണെന്ന് തോന്നിയില്ല. തെറ്റാണെന്ന് തോന്നിയിട്ടേ ഇല്ല. 100% പുള്ളി പറഞ്ഞത് 95% പറയുന്നതിൽ തെറ്റാണ്, 100% ശരിയാണ് പുള്ളി പറഞ്ഞില്ല. അതായത് അന്നത്തെ കാലത്ത് പണ്ട് കാലങ്ങളിൽ പെണ്ണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാട്ടിൻപുറമുള്ളവരാണെങ്കിൽ നാട്ടിൻപുറത്ത് ജോലിക്ക് പോകുന്നവരാണ്. പല ജോലിക്ക് പോകുന്നവരുണ്ട്, ഇവിടെയും ഉണ്ട്, സിറ്റി ഏരിയയാണ്. പല ജോലിക്ക് പോകുന്നവരുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ മക്കൾ ഗർഭിണിയായാൽ പറഞ്ഞു കൊടുക്കും. ഇത്ര 3 മാസം 4 മാസം കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കും. അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കും. ഒരു 3 മാസം 4 മാസം വരെ ഒന്ന് ചെറുതായിട്ട് ശരീരം അനങ്ങാതെ അമ്മമാർ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഓരോ പടി കടക്കും തോറും അമ്മമാർ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കും, പണ്ടുള്ളവർ പറഞ്ഞു കൊടുക്കും, മോളെ ഇങ്ങനെ ഇരിക്കരുത്, സുഖപ്രസവം നടക്കണമെങ്കിൽ രാവിലെ തന്നെ, ഇപ്പോൾ ഒരു വീട്ടിൽ ചവറില്ല മരമൊന്നും ഇല്ലെങ്കിൽ പോലും പണ്ടത്തെ സിനിമകളിലൊക്കെ കാണിക്കാറുണ്ടത്, ജീവിതമാണത് കാണിക്കുന്നത്. കുറേ ചവറങ്ങ് വാരിയിട്ട് കൊടുത്തിട്ട് ഒരു കുറ്റിച്ചൂല് എടുത്ത് അങ്ങ് കൊടുക്കും. ഒരു 6 മാസം 5 മാസം 6 മാസം ഉള്ള ഗർഭിണികൾക്ക് കൊടുത്തിട്ട് തൂക്കാൻ പറയും. മനസ്സിലായോ? അവരങ്ങ് തൂക്കും. അപ്പോഴത്തേക്ക് കുനിഞ്ഞ് നിന്ന്, നല്ല നടുവ് കുനിഞ്ഞ് നിന്ന് തൂക്കാൻ പറയും. നല്ല അത് ഒറ്റ കൈ വെച്ച് ചിലവർ അടിക്കും കേട്ടോ. അടിക്കുമ്പോൾ ഞാനിത് കേട്ടിട്ടുള്ളതാ. ഒറ്റ കൈ വെച്ചടിക്കുമ്പോൾ ഉടനെ പറയും, ഇടി 2 കൈ പിടിച്ച് നല്ല ഇറുക്കി പിടിച്ചിട്ട് ചൂല് വെച്ച് നല്ല ആഞ്ഞങ്ങ് അടിക്കാൻ പറയും, മുറ്റം അടിക്കാൻ പറയും. പിന്നെ അരി ഇടിക്കും, ഉരലിട്ടിട്ട് അരി ഇടിക്കും. പിന്നെ തുണി അലക്കും. എന്തൊക്കെ ജോലി ചെയ്യാവോ ആ പ്രസവിക്കുന്നത് വരെ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കും. കാരണം വെറുതെ ചെയ്യിക്കുന്നതല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല ഇത്രയും ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നന്നായിട്ട് ഇളകും. ഗർഭപാത്രത്തിൽ നിന്നും അതിൽ നിന്ന് നല്ല ഇളകി ലൂസായിട്ട് ആ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അതായത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കാം. വേദന കൂടുതൽ സഹിക്കാൻ പറ്റാതെ കുറഞ്ഞ് നമുക്ക് പ്രസവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇത് പറഞ്ഞു വരാം.
അപ്പം ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോൾ അമ്മമാർ പറയും, സുഖപ്രസവം നിനക്ക് നടക്കണോ, കൂടുതൽ വേദന തിന്നാതിരിക്കണോ, നീ ജോലി ചെയ്യുമെന്ന് പറയും. അപ്പം അവർക്ക് അറിയാം. കാരണം ഈ അമ്മമാർ അവരതുപോലെ ചെയ്ത് അവരതുപോലെ സുഖപ്രസവം വേദന കുറച്ചൊക്കെ അറിയും. കുറച്ച് വേദന കാണുള്ളൂ, എന്നാൽ കഠിനമായ വേദന കാണില്ല. കാരണം ഇത് ലൂസായി കിടക്കുമല്ലേ. കുഞ്ഞ് ലൂസായി കിടക്കും തോറും നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പ്രസവം നടക്കും. മനസ്സിലായോ? മറ്റത് ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇത് ഉറഞ്ഞിങ്ങനെ കിടക്കും, അനങ്ങില്ല. ഉറഞ്ഞിങ്ങനെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കുഞ്ഞ് കിടക്കും. അപ്പം നമ്മുടെ സർവ്വശക്തി എടുത്ത് നമ്മളങ്ങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് വേദനയൊക്കെ നമ്മൾ ഒത്തിരി ഇതാവുന്നത്. മനസ്സിലായോ? അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പണ്ടുള്ള അമ്മമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, സുഖപ്രസവം നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അമ്മിക്കല്ലിൽ അരയ്ക്കണം, തുണി അലക്കണം, മുറ്റം അടിക്കണം. 2 നേരം മുറ്റം അടിപ്പിക്കും കേട്ടോ. രാവിലെ മാത്രമല്ല, രാവിലെയും വൈകിട്ടും അടിപ്പിക്കും. കുനിഞ്ഞ് നിന്ന് അടിക്കാൻ പറയും, കുറച്ചുകൂടെ കുനിയാൻ പറയും. എന്നിട്ട് 2 കൈയും വെച്ച് വീശി അങ്ങ് തൂത്ത് ഇതാക്കാൻ പറയും മുറ്റം. പിന്നെ വെള്ളം കോരും, അരി ഇടിക്കും. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോയി ജോലി ചെയ്തിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ അന്നത്തെ കാലത്തിൽ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് അവർക്ക് സുഖപ്രസവം, അതായത് വേദന കുറച്ചൊക്കെ അറിയും, എങ്കിലും വലിയ വേദനയില്ലാതെ അവർക്ക് സ്മൂത്തായിട്ട് സുഖപ്രസവം കഴിയും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഈ 3 മാസം 4 മാസം വരെ ഒന്നും വീട്ടിനകത്ത് റൂമിനകത്ത് റെസ്റ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവർ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവർ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവർക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടും. അത് അന്നത്തെ കാലത്തെ ആരോഗ്യമാണ് അവരുടെ. അവർ ജോലി ചെയ്യുന്നതിൻ്റെ ആരോഗ്യമുണ്ട്, മനസ്സിലായോ? അവരുടെ ഭക്ഷണത്തിൻ്റെ ആരോഗ്യമുണ്ട്. ഇതെല്ലാം അവർക്കുണ്ട്. ഇന്നത്തെ കാലത്തുള്ള ഭക്ഷണമല്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ ഇന്നും 100, 150, 120, 95 വയസ്സ് വരെ ഇന്നും പയറ് പോലെ എഴുന്നേറ്റ് നടക്കുന്ന അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ഉണ്ട് ഇന്ന് ഈ ലോകത്തിൽ ഈ നൂറ്റാണ്ടിലും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അറിയാം അവരുടെ അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പം അവർ എഴുന്നേറ്റ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആക്കി കൊടുത്തിട്ട് ചിലപ്പോൾ അവർക്ക് പോയേ പറ്റുള്ളൂ, ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം 2 പേരും ജോലി, അല്ലെങ്കിൽ ഭർത്താവില്ലായിരിക്കും, ചിലപ്പോൾ പുള്ളിക്കാരിയായിരിക്കും പ്രസവിച്ച് കഴിഞ്ഞ് ജോലിക്ക് പോകാതെ. എന്തായിരുന്നാലും വീട് കഴിയണമല്ലോ, വേറെ കുഞ്ഞുങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവർ ജോലിക്ക് പോകും, ജോലി ചെയ്തിട്ട് അവരിത് കൂളായിട്ട് ഉറക്കാം. അതിനുള്ള ആരോഗ്യം അവർക്കുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അഖിൽ മാരാറ് പറഞ്ഞത്. അന്നത്തെ കാലത്തെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ വിഷാംശം ഇല്ലാത്തതാണ്. നമുക്ക് മനസ്സുറപ്പിച്ച് 100% നമുക്ക് കഴിക്കാം. അന്നൊന്നും വിഷാംശമില്ല. അന്നൊന്നും ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, മൊത്തം വിഷാംശമാണ്. പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ആ പച്ചക്കറി നന്നായിട്ട് ആ പഴം നല്ല വിളയാൻ പോലും വിടില്ല. നീണ്ട എവിടെയും കണ്ട് ഒരു തണ്ണിമത്തം മേടിച്ച്, ചൂടുകാലമല്ലേ, തണ്ണിമത്തം മേടിച്ചു കഴിച്ച് ഒരു കുടുംബമാണ് മരിച്ചിരിക്കുന്നത്, ഒരു ഫാമിലിയാണ് പോയത്. എന്തിനു വേണ്ടിയിട്ട്? ആ പണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടും? ഒരു കുടുംബം നശിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ജീവിതം നശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അത് വിളയേണ്ട സമയം കൊടുക്കുക. അതിന് പകരം ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് അത് പെട്ടെന്ന് വിളയിച്ച് ഇതാക്കി എടുക്കുക. അത് നമ്മുടെ ശരീരത്ത് എന്തോരം കേടാന്നറിയാം. എൻ്റെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പറയും, മമ്മി ഒന്ന് മേടിച്ചതാ മമ്മി, തണ്ണിമത്തം വേണം. എവിടെയെങ്കിലും ചില പോയിട്ട് വരുമ്പോഴോ ചൂട് കാലങ്ങളിലൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ 2-3 വർഷം കൊണ്ട് പറയാറുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ മക്കളെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഒരു അപ്പനമ്മമാർ ഒരിക്കലും മക്കൾക്കൊന്നും വരാതെ സൂക്ഷിക്കും, അവരെ കരുതും. മനസ്സിലായോ? അവർ ചോദിക്കുന്ന, കാരണം ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ മൊത്തം വിഷാംശം. അപ്പോൾ അറിഞ്ഞു കൊണ്ടിട്ട് മക്കൾക്ക് അത് മേടിച്ചു കൊടുക്കും ഏതെങ്കിലും അച്ഛനമ്മമാർ. പറഞ്ഞ് മനസ്സിലാകും, മക്കളെ പണ്ടത്തെ കാലമല്ല, മേടിച്ച് കഴിക്കരുത്, നമുക്ക് പല രോഗങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ 100 രൂപ കൊടുത്തായിരിക്കും അവർ വിചാരിക്കുന്നത് എന്നാന്നറിയാം, ചില കുട്ടികൾ വിചാരിക്കും മനഃപൂർവ്വം നമ്മൾ അച്ഛനമ്മമാർക്ക് ഇഷ്ടമില്ല, നമ്മൾ പറയുന്നൊന്നും മേടിച്ച് തരുന്നില്ല എന്ന് പറയും. മനസ്സിലായോ? അപ്പം കുട്ടികൾ വല്ല കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അച്ഛനും അമ്മയും മനഃപൂർവ്വം മേടിച്ച് തരാത്തതല്ല, നിങ്ങളോടുള്ള കൂടുതൽ കൊണ്ടാണ്, നിങ്ങൾക്കൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അറിയോ? നിങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛനമ്മമാർ ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതും. അപ്പം നമ്മൾ 100 രൂപയുടെ ഒരു തണ്ണിമത്തം വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് സന്തോഷത്തോടെ അത് മുറിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് ചിലപ്പം
നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ജീവൻ തന്നെ എടുത്തിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകും. ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ എന്താ, ഇന്നത് കഴിച്ചിട്ടാണ് ഏത് സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്ര ചിലവായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾ വെറുതെ തല കൊണ്ട് നമ്മൾ ട്രീറ്റ്പാളത്തിൽ വെച്ച് കൊടുക്കരുതെന്നൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയും മക്കളെ വാങ്ങിച്ച് കഴിക്കേണ്ട മക്കളെ, ഉള്ളത് നമ്മൾ വീട്ടിലെന്താണോ അമ്മ വച്ച് തരുന്നത് അത് നിങ്ങൾ കഴിക്കുക. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സുറപ്പിച്ച് കഴിക്കാം. അതിൽ വിഷാംശമൊന്നുമില്ല. വീട്ടിലെന്തുണ്ടോ, രാവിലത്തെ പലഹാരമുണ്ടോ അത് വൈകിട്ട് കഴിക്കുക. ഏത് കുട്ടികളും അങ്ങനെ ചെയ്യാവുള്ളൂ. ഇന്നത്തെ തലമുറയൊക്കെ ബേക്കറിയിൽ നിന്നും അതും ഇതും ഒക്കെ മേടിച്ച് കഴിക്കുന്നു. എന്തൊക്കെ രോഗങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നത്. പണ്ട് കാലങ്ങളിൽ ഇതൊന്നുമില്ല. വീട്ടിലെ ഫുഡ്, അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഴങ്കഞ്ഞി. ഞാനൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അറിയോ, പഴങ്കഞ്ഞി, വെറും പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോയിട്ടുണ്ട് സ്കൂളിലൊക്കെ, അറിയോ. പിന്നെ എൻ്റെ പ്രായത്തിലൊക്കെ ആണെങ്കിൽ ഞാനൊരു മുട്ടായി തിന്ന ഓർമ്മ പോലും ഇല്ല. ഒരു മുട്ടായി പോലും കഴിച്ച ഓർമ്മയില്ല. ഞങ്ങളങ്ങനെ ചോദിക്കാറുമില്ല. ഞങ്ങൾക്ക് മുട്ടായി വേണം, ഞങ്ങൾക്ക് പലഹാരം വേണം, ഞങ്ങളൊന്നും ചോദിക്കാറേ ഇല്ല. ഞങ്ങളെപ്പോലുള്ള പലരും അങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ. പക്ഷേ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ചില അച്ഛനമ്മമാർ മേടിച്ച് കൊടുക്കാനായിട്ട് മക്കൾ പറയുന്ന കാത്തിരിക്കും മേടിച്ച് കൊടുക്കാൻ. അവരുടെ ശരീരം കൂടെ നമ്മൾ നോക്കണം. നിങ്ങൾ എന്തെങ്കിലും കുട്ടികൾക്ക് ചെയ്യുന്നെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ പുറത്തുനിന്നൊന്നും നിങ്ങൾ മേടിച്ച് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങളൊക്കെ ഇതൊക്കെ ഈ ഫോൺ വന്ന് നിങ്ങൾ ഇതിൽ കൂടെയൊക്കെ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ കടകളിൽ ഹോട്ടലുകളിൽ എന്തൊക്കെ നടക്കുന്നു നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലായോ? അപ്പം അതനുസരിച്ച് നിങ്ങളിനി മുന്നോട്ട് പോകണം. ഈ പണ്ടത്തെ കാലമല്ല, ഇന്നത്തെ കാലത്ത് എങ്ങനെ മനുഷ്യൻ്റെ ജീവൻ എടുക്കാനാണ് പലരും ഉന്നയിട്ട് നടക്കുന്നത്. ഇന്ന് പൈസ മാത്രം അവർക്ക് ഉണ്ടാക്കിയാൽ മതി. മനുഷ്യനെ കൊന്ന് പൈസ ഉണ്ടാക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സത്യം. മനുഷ്യനെ കൊന്ന് പൈസ ഉണ്ടാക്കുവാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കൊന്നും മേടിച്ചു കൊടുക്കാറില്ല. ഞാൻ എൻ്റെ മോൻ പറഞ്ഞു, പിന്നെ ഈ മെരാൻഡ, പെപ്സി, മെരാൻഡ, കൊക്കക്കോള, പിന്നെ എന്നതാ ഈ മാംഗോ ജ്യൂസ്, ഇതൊക്കെ ഒറിജിനലായിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ല അവർ. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഞാനൊക്കെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, പല കമ്പനികളിൽ ചെയ്യുന്നത്. അത് കണ്ടതോടുകൂടി എൻ്റെ മോളുടെ അടുത്തും പറഞ്ഞു, മോനെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ചൂട് സമയമൊക്കെ ശരി തന്നെ, പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ നാരങ്ങ സാധാ ചെറിയ കുഞ്ഞു കടകൾ നമുക്ക് മനസ്സുറപ്പിച്ച് 100% വാങ്ങിച്ച് കുടിക്കാം. നാരങ്ങ വെള്ളമോ മോരും വെള്ളമോ ഇതൊക്കെ നിങ്ങൾ തണുത്തത് മേടിച്ച് കുടിക്കുക. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമുക്ക് ഒരു ദോഷം വരില്ല. പക്ഷെ നമ്മൾ ഈ പെപ്സി, കൊക്കക്കോള, ഈ മെരാൻഡ ഇതൊക്കെ മേടിച്ച് കുടിക്കുമ്പോൾ നമ്മൾക്ക് പല രോഗങ്ങളും ഉണ്ടാകും. കിഡ്നി വരെ അടിച്ചു പോവും, അറ്റാക്ക് ഉണ്ടാകും. അങ്ങനെ പല രോഗങ്ങളും ഉള്ളിൽ ഇത് കിടന്ന്, കാരണം ഇത് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. ഒറിജിനൽ മാംഗോ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആ കമ്പനിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുവാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും കുടിക്കാം. ഇത് അങ്ങനെയല്ല, കൃത്രിമമായി ഉണ്ടാക്കുന്ന പൊടി കൊണ്ട് ഉണ്ടാക്കിയാണ്. അതിലൊക്കെ എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? എന്തൊക്കെയോ ആഡ് ചെയ്ത് ഒരു കുപ്പികളിലോട്ടങ്ങ് നിറച്ചങ്ങ് ഇടുക. എങ്ങനെ പൈസ ഉണ്ടാക്കുക കമ്പനിക്കാർക്ക്. അതുകൊണ്ട് അവർ ജീവിക്കില്ല. അവർക്ക് ഒരിക്കലും ആ പണം അവർക്ക് ഇതില്ല. കഷ്ടപ്പെട്ട് വേർപ്പ് ചിന്തി ആരെ ദ്രോഹിക്കാതെ ആരെ കൊന്നൊടുക്കാതെ ഉണ്ടാക്കുന്ന പണമേ നിലനിൽക്കത്തുള്ളൂ. ഇതാര് കേട്ടാലും നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ മുകളിൽ ജീവനുള്ള യേശുവ ഇരിപ്പുണ്ട്, എൻ്റെ അദോനായി ഇരിപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾ ന്യായവിധിയിൽ ഇതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. അവിടെ മറയ്ക്കാൻ നിങ്ങളുടെ മനുഷ്യരുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾക്ക് എന്ത് വിഷാംശവും ചേർക്കാം, ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അവരെ പറ്റിക്കാം. പക്ഷെ യേശുവായിനെ അദോനായിനെ പറ്റിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. 4 ചുറ്റും കണ്ണുകൊണ്ട് ഓട്ടിച്ച് ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക, വീക്ഷിക്കൊണ്ട്. മനസ്സാക്ഷിയുള്ള, ന്യായമുള്ള, നല്ലത് ചെയ്യുന്ന ആരെങ്കിലും ഭൂമിയിലുണ്ടോ എന്ന് യേശുവ നോക്കുവാണ്. അദോനായി നോക്കുവാണ് ഓരോ ദിവസവും. പക്ഷേ എവിടെ തിരിഞ്ഞാലും കാണുന്നത് അനീതിക്ക് കൂട്ടുനിൽക്കുക, കൊലയും പീഡനങ്ങളും ഒക്കെയാണ് അദോനായി കണ്ടുകൊണ്ടിരിക്കുന്നത്.
നല്ല മനുഷ്യരെ ഒന്നും കാണാൻ പറ്റുന്നില്ല, നല്ലത് നന്മ ചെയ്യുന്നവരെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ജീവിതം പഠിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ മൊബൈൽ വഴി കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ സത്യം മനുഷ്യരിങ്ങനെ മാറുന്നുണ്ടല്ലോ, നല്ല കാര്യം. അങ്ങനെയൊക്കെ എല്ലാവരും ആയിക്കഴിഞ്ഞാൽ ഈ ലോകം സ്വർഗമായി തീരും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ നശിക്കണോ നന്നാകണോ അതെല്ലാം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ആരെങ്കിലും ദ്രോഹിക്കണോ അല്ലെങ്കിൽ അവർക്ക് ദ്രോഹിക്കുന്നതിനേക്കാൾ അവർക്കൊരു നല്ലൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. ആ പുണ്യകർമ്മം ആ ദശാംശം നിങ്ങൾക്ക് സ്വർഗത്തിൽ അതോനായി മാറ്റി വെച്ചേക്കും. മനസ്സിലായോ? അപ്പം ഈ മാരാറിനെ കുറിച്ച് അപ്പോൾ ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര ടെക്നോളജിയാണ്. എന്നുവെച്ചാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇന്നൊത്തിരി ഹോസ്പിറ്റലായി. അതൊക്കെയാണ് അഖിൽ മാരാർ പറഞ്ഞത്. ഒത്തിരി ഹോസ്പിറ്റലൊക്കെ നല്ലത് തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നല്ലത് തന്നെയാണ്, മനുഷ്യർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ മനുഷ്യർക്ക് ദോഷമായി ചെയ്യുന്നതൊന്നും ചെയ്യാൻ പാടില്ല. ഈ ഡോക്ടർമാർക്കൊക്കെ അറിയാം, നല്ല ജോലി ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഈ കുഞ്ഞ് വരുമെന്ന് അറിയാം. വേദന ഒരുപാട് സഹിക്കാൻ ആവാതെ ചെറിയ വേദനയിൽ അവർക്ക് പ്രസവിച്ച് സുഖപ്രസവമാക്കാൻ അറിയാം. പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കറിയാമോ, പണ്ട് കാലങ്ങളിൽ സിസേറിയൻ എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല. എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 100-ൽ 1-ഓ 2-ഓ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. അത് പണ്ടുള്ളവരടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. സിസേറിയൻ എന്ന് പറയുന്ന കാര്യമേ പണ്ട് കാലങ്ങളിലില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്ന് ഈ പറഞ്ഞതുപോലെ അഖിൽ മാരാർ പറഞ്ഞതുപോലെ അന്ന് അവർ ജോലി ചെയ്തും കല്ലിലരച്ചും അമ്മിക്കല്ലിൽ അരച്ചും അരി ഇടിച്ചും തുണി കഴുകിയും വെള്ളം കോരിയും മുറ്റം അടിച്ചൊക്കെയാണ് അവർ സുഖപ്രസവമായിട്ട് അവർ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തത്. ഇന്നും മനസ്സിലായോ? അതുകൊണ്ടാണ് അഖിൽ മാരാർ പറഞ്ഞത്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ടെക്നോളജി ഒന്നുമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറയുന്നത് ഒരു കുട്ടി ഗർഭിണിയായാൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ എന്നാ പറയും, റെസ്റ്റ് എടുക്കണം. 2-3 മാസമൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാം. കുഞ്ഞ് ആ ഗർഭപാത്രത്തിലായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു 3-4 മാസം വരെ നമുക്ക് ഒന്ന് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാതെ ഒന്ന് റെസ്റ്റ് എടുക്കാം. അത് പണ്ട് കാലങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ പ്രസവം വരെ 10 മാസം വരെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ സിസേറിയൻ ഇവിടെ ഇന്ന് കൂടുതലും പണ്ടത്തേക്കാൾ ഇന്ന് കൂടുതൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് സിസേറിയനാണ് കൂടുതലും. സുഖപ്രസവം കുറവാണ്. കൂടുതൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ നോക്കിയാലും സിസേറിയൻ തന്നെയാണ്. ഈ പറയണ ഞാൻ സിസേറിയൻ ആയിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് നട്ടെല്ലിൽ കമ്പി ഇട്ടേക്കുന്നു, ഒരു സ്പ്രിങ് കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ തൈക്കാടാണ് കാണിച്ചത്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നടുവിന് നട്ടെല്ലിൽ കമ്പി സ്പ്രിങ്ങും കിടക്കുമല്ലേ, അപ്പം സുഖപ്രസവം എന്തായിരുന്നാലും നടക്കില്ല, സിസേറിയൻ ആയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. മനസ്സിലായോ? എനിക്കത് പറ്റില്ല. അപ്പം സിസേറിയനും വേദനയുണ്ട്, ഇല്ലയെന്നില്ല. പ്രസവം പോലെ തന്നെയാണ് സിസേറിയൻ ചെയ്യുമ്പോഴും സുഖമായിട്ട് പോയി കിടന്നിട്ട് സിസേറിയൻ ചെയ്തിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വേദന നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലായോ? പച്ച മാംസത്തിലാണ് കീറി മുറിക്കുന്നത്. ആ മരവിപ്പ് മാറിയാൽ നമുക്ക് നല്ല വേദനയാണ്, കഠിനമായ വേദനയാണ്. അത് ഉണങ്ങുന്നത് വരെ അറിയോ? അപ്പോൾ അതുമൊക്കെ വേദന തന്നെയാണ്. പക്ഷെ അതെന്തുകൊണ്ട്? ചിലവർക്ക് അസുഖം ഉള്ളവരാണെങ്കിൽ ഡോക്ടർമാർ പറയുന്നതിൽ തെറ്റില്ല. അസുഖം ഉള്ളവരാണെങ്കിൽ 10 മാസവും അവർക്ക് എന്തെങ്കിലും അസുഖം അങ്ങനെ ഉള്ളവർക്ക് ആണെങ്കിൽ 10 മാസം വരെ അവർക്ക് റെസ്റ്റ് എടുക്കാം. കഠിനമായ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അസുഖം നോക്കണം, കുഞ്ഞിൻ്റെ ഇത് നോക്കണം, അമ്മയുടെ ഹെൽത്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ സിസേറിയൻ ചെയ്തും അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കാം. അല്ലാത്ത കുട്ടികൾ ഒക്കെ ഒരു അസുഖവും ഇല്ല, നല്ല കുട്ടികളും 100% അവർ പൂർണ്ണ ആരോഗ്യവതിയാണെങ്കിൽ, അവർക്കൊരു അസുഖവും ഇല്ലെങ്കിൽ, അവർക്ക് ഈ പറഞ്ഞതുപോലെ അഖിൽ മാരാർ പറഞ്ഞതുപോലെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു അമ്മമാർ ചെയ്തത് അതുപോലെ മുറ്റം അടിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം അതാ. ഇന്നത്തെ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. ചൂലെടുത്തൊന്നും തൂക്കാൻ പറഞ്ഞാൽ തൂക്കില്ല. ഇന്ന് പലയിടത്തും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്.
തന്നെ ആ അമ്മമാർ പുറത്ത് പോയി ജോലിക്ക് രാവിലെ പോയാൽ വീട്ടു ജോലിയായാലും ചെയ്തിട്ട് വന്ന് പിന്നെ അവർക്ക് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാം വെച്ചിട്ടാണ് പോകുന്നത് അമ്മ. എന്നിട്ട് വീട്ടു ജോലിയെങ്കിൽ വീട്ടു ജോലി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് അവർ പോയിട്ട് പിന്നെ വൈകിട്ട് അവർ ക്ഷീണിച്ച് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞ് അവർ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ ജോലിയാണ്. ഇവിടെ വീട് രാവിലെ പോയതുപോലെയല്ല വന്ന് കയറുമ്പോൾ വീട്. പെൺകുട്ടികളുള്ള വീടാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു മൊബൈലുണ്ട്. മൊബൈൽ നല്ലതുമാണ്, നോക്കണം. ഫ്രീ ആവുന്ന ടൈമിനൊക്കെ കുറച്ച് സമയം നോക്കണം. ഇതാരെങ്കിലും കേൾക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങളിതൊന്ന് കേൾക്കണം, മനസ്സിലാക്കണം. ഓരോ അമ്മമാരുടെയും വിഷമം പല അമ്മമാരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒരു വക ചെയ്യത്തില്ല മോളെ, ഇങ്ങനെയാണ് കാര്യം, ഞാൻ ജോലിക്ക് പോയിട്ട് ഇത്തിരി കിടക്കാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് വീട് ചിലവർക്ക് കാണുമ്പോൾ അവർ ഒതുക്കി വൃത്തിയാക്കിയിട്ടായിരിക്കും പോരുന്നത്. തിരിച്ച് വരുമ്പോഴത്തേക്ക് വീട് കാണുമ്പോൾ അവർക്ക് കൈ ചുമ്മാ ഇരിക്കില്ല അമ്മമാർക്ക്. അവരത് ചെയ്ത് വെച്ചിട്ടേ അവർ കിടക്കത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എങ്ങനെ കണ്ടാലും വീട് എങ്ങനെ കിടന്നാലും അവർ തിരിഞ്ഞു നോക്കില്ല. അതെന്താ അങ്ങനെ? പക്ഷെ ഞാനൊക്കെ ജീവിച്ചിരുന്ന കാലത്തൊക്കെ അറിയോ, വീട് ഓല, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോസിലൊക്കെ, എൻ്റെ വീട് ഞാൻ ജനിച്ച് വളർന്ന ചെറിയൊരു ഓലപ്പര വീടാണ്. ഒരു ചെറിയ കുഞ്ഞു വീട്, ചാണകമൊഴിയ വീട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്കിലാണ് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ വെച്ച് ഹോംവർക്കൊക്കെ ചെയ്യുന്ന ഈ മണ്ണെണ്ണ വിളക്കിൽ വെച്ചിട്ടാണ് ഞാൻ താഴെ ഇരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യുന്നത്, വിളക്ക് കത്തിച്ച്. അറിയോ? അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്താണ് ഞാനും കുറച്ച് കാലങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് എനിക്കും പഴയ കാലഘട്ടത്തെ കാര്യങ്ങളറിയാം. അമ്മമാർ പറഞ്ഞ അറിവ്, എനിക്ക് അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മ പറഞ്ഞ അറിവൊക്കെ എനിക്കും ഉണ്ട്. അവർ ജീവിച്ച കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ, കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു അറിവ് എനിക്കുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് അഖിൽ മാരാർ അത് പറഞ്ഞപ്പോൾ 100% ഞാൻ അഖിൽ മാരാറിൻ്റെ കൂടെയാണ്. അയാളെ ഒരിക്കലും തെറ്റു പറയാൻ പാടില്ല. അയാൾ പറഞ്ഞ് 100% ശരി തന്നെയാണ്. അന്നത്തെ കാലത്തെ കാര്യം അയാൾ ഒരു ഉദാഹരണം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് തന്നെ മുഴുവനും കേൾക്കാതെ പുള്ളിക്കാരനെ എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അലക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ തെറ്റാണ്. ഒരാളെ നമ്മൾ അത് ഫുള്ളും കേട്ടിട്ട് വേണം ഒരാളെ ക്രൂശിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്കും മനസ്സാക്ഷി എന്നുള്ളൊരു മനസ്സുണ്ടല്ലോ നിങ്ങൾക്ക്. നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയേണ്ട കഴിവ് ദൈവം നിങ്ങൾക്കും തന്നിട്ടുണ്ട് കുട്ടികളെ. അപ്പോൾ നിങ്ങൾ എന്തേ അത് മനസ്സിലാക്കാത്തത്? അടിക്കുന്നതിന് മുമ്പ് കമ്പഴ് വടിയിടെന്ന് പറയുന്നത് പോലെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുത്തങ്ങ് ഇതാകേണ്ട കാര്യമുണ്ടോ? ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടി ഓരോരുത്തരും. ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓണാക്കി നോക്കിയപ്പോൾ ഒരു പെണ്ണ്, ഒരു പെൺകൊച്ച്, ഒരു പെണ്ണ് 10-20-25 വയസ്സ് വരുമായിരിക്കും. ആ കൊച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്ന് വെച്ചാൽ അഭിനയിച്ച് കാണിക്കുക. ഭർത്താവ് ഇവിടെ ഇരിക്കുക, സെറ്റിയിലങ്ങാണ്ട് ഇരിക്കുക, അഭിനയിച്ച് കാണിച്ചിട്ട് വയറിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തള്ളി കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന്, ചേട്ടാ എനിക്ക് ഞാനൊന്ന് പ്രസവിച്ചിട്ട് വരട്ടെ, ഞാനൊന്ന് അകത്ത് കയറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഹസ്ബൻഡ് അതിൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. പുള്ളിക്കാരിയുടെ കൂടെ ഹസ്ബൻഡ് അഭിനയിക്കുക. അതുകൊണ്ട് പുള്ളിക്കാരി പോയിട്ട് പെട്ടെന്ന് എന്നൊരു എന്തെല്ലാം പൊതിഞ്ഞ് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊണ്ട്, ഞാൻ ജോലിക്ക് പോവുകയാണേ, ഞാൻ ജോലി ചെയ്യട്ടെ. ഇതൊക്കെ ഒരുമാതിരി ആക്കിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നില്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആ മനുഷ്യൻ എന്താ പറഞ്ഞേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അമ്മമാരുടെ അടുത്തോ അയൽവക്കത്തോ ഒക്കെ ഉള്ള പണ്ടത്തെ അമ്മമാരുടെ അടുത്ത് ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സമയം മൊബൈൽ വെച്ചിട്ട് അവരുടെ അടുത്ത് പോയി ഈ കഥകളൊക്കെ, നിങ്ങളുടെ അമ്മമ്മേ നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ ജീവിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അപ്പം ബോധ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. ഇതെന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ആ പുള്ളിക്കാരെ എന്താ അതിന് തെറ്റായിട്ട് പറഞ്ഞത്? എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. 2 ദിവസമായി എൻ്റെ മനസ്സിങ്ങനെ ഇതാകുവാണ്. ഇതെന്തായിരുന്നാലും പറയണം. നമുക്ക് നമ്മുടെ അഭിപ്രായം തുറന്ന് പറയാമല്ലോ ആരുടെ മുന്നിൽ. നമുക്ക് യാതൊരു തടസ്സവുമില്ല. നമുക്കതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ അദോനായി തന്നിട്ടുണ്ട് ഈ ലോകത്തിൽ. മനസ്സിലായോ? നമ്മൾ ആരെയും മനുഷ്യനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാം. പക്ഷെ പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടത്. അത് നല്ല മനസ്സുള്ളവർക്ക്, ചിന്തിക്കേണ്ട കഴിവ് ഇതൊക്കെ ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റിയില്ല. ഒത്തിരിയും പേര് അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി. കാരണം ഇങ്ങനെ ആയിരിക്കണം മനുഷ്യർ. നമ്മളെപ്പോഴും ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കാവുള്ളൂ. കാര്യം അറിയാതെ നമ്മൾ എടുത്ത് ചാടരുത്.
അയാൾ കേൾക്കുന്ന എന്താണ് പൂർണ്ണമായിട്ട് കേട്ടിട്ട് നിങ്ങളിതാക്ക്. അതും പറഞ്ഞിരിക്കുന്നത് മുഴുവനും ഒരുപാട് ജീവിതം കണ്ടവരല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പൊട്ടി മുളച്ച് കല്യാണം കഴിഞ്ഞ് പോയ കുട്ടികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ 30 വയസ്സിനകത്തുള്ളതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ചിലപ്പം അവരുടെ അറിവ് അത്രയുള്ളതായിരിക്കും. അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആരും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെയൊക്കെ ഇതായിരിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇനി അത് അങ്ങനെ അന്വേഷിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഞാൻ ചോദിച്ചാൽ മനസ്സിലാക്കിയത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടിട്ടിരിക്കാനൊക്കെ. ഞാൻ വീട്ടിൽ ആക്സിഡൻ്റായ സമയത്ത് വീട്ടിൽ ഫുൾ ടൈം എനിക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ മരിച്ചല്ലോ. അപ്പോൾ അമ്മയുടെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ അമ്മൂമ്മയുടെ കാലഘട്ടത്തിലെ കാര്യങ്ങളും കഥകളൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനത് ആകാംക്ഷയോടെ കേട്ടിരുന്നിട്ടുണ്ട്. ചിലപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ചോദിക്കും. എൻ്റെ ഡൗട്ടുകളൊക്കെ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ കാലത്തെ ആ കഥകളൊക്കെ കേൾക്കുന്നത്. ആ പണ്ടത്തെ കാലത്തെ കഥകൾ കേൾക്കുമ്പോഴേ നമ്മുടെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി എത്രയോ തലമുറ ഈ ലോകം ഉണ്ടെങ്കിൽ ലോകം അവസാനിക്കുന്നത് വരെ വരുന്ന തലമുറകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അധിക കാലമൊന്നുമില്ല. ലോകം ഏതായാലും എത്താറായി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറകൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. കുട്ടികളെ ആരായിരുന്നാലും ഇന്ന് പെൺകുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമായിരുന്നാലും കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ തോക്കിനകത്ത് കയറി വെടിവെക്കില്ലേ. ഫുള്ള് ഒരാൾ പറയുന്നത് എന്താണ് അവസാനം വരെ കേൾക്കുക, അത് മനസ്സിലാക്കുക. അതിലെന്തെങ്കിലും കുറ്റങ്ങൾ നമ്മുടെ മനസ്സാക്ഷിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ട് നമുക്ക് അറിവില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരടുത്തോ അപ്പൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ അല്ല അമ്മൂമ്മേൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരുമില്ല അപ്പുറത്ത് അയൽവക്കത്തൊക്കെ കാണുമല്ലോ, അവരോട് അന്വേഷിക്കാം ഇങ്ങനെ ആയിരുന്നോ എന്ന് സത്യം തിരക്കിയിട്ട് വേണം ഒരാളെ എടുത്തിട്ട് അങ്ങ് അലക്കേണ്ടത്, ക്രൂശിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ പുള്ളിയുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും. ആ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യേനെ കൂട്ടി പറഞ്ഞു. അഖിൽ മാരാറിൻ്റെ 2 പെൺമക്കൾ ആ കുട്ടികളെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങ് അവർ വളർന്നു വരുമ്പോൾ നല്ലൊരു അച്ഛനാണ് ആ കുട്ടികൾക്കുള്ളത്, നല്ലൊരു അമ്മൂമ്മയാണ് കൂടെ ഉള്ളത്. കാരണം ആ കുട്ടികൾ നാളെ വളർന്നു വന്നു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കും. അവർ സുഖപ്രസവം തന്നെയാണ് അവർക്ക് നടക്കുന്നത്. അതിലൊരു തെറ്റുമില്ല. ഇപ്പം എനിക്കൊരു കുഞ്ഞുണ്ട്, എനിക്കൊരു മോളുണ്ട്. അപ്പം ആ മോള് വളർന്ന് വരുവാണ്. ആ മോള് നാളെ ഒരു കാലഘട്ടത്തിൽ അവളിനെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അവൾക്ക് ഇതേ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവളിനെ കൊണ്ടിത് ചെയ്യിക്കും. കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം അമ്മമാരുടെ കയ്യിലായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അമ്മമാർ പറഞ്ഞു കൊടുക്കണം, മക്കളെ 6 മാസം മുറ്റം അടിക്ക്, ചൂലെടുത്ത് കൊടുക്കണം. ചെയ്യാൻ മടിയായിരിക്കും, ചെയ്യിക്കണം നമ്മൾ. അവർ സുഖമായിട്ട് അവർ റൂമിൽ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ പുറത്ത് ഭർത്താവും അമ്മയും പ്രസവിച്ച അമ്മയും നിൽക്കുവാണ്. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ആ മകൾ കിടന്ന് പ്രസവത്തിന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏതമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? ആ മോളുടെ കരച്ചിൽ. അപ്പോൾ അത് ആ കരച്ചിൽ കേൾക്കാതെ, ആ പ്രസവ റൂമിൽ ആ കരച്ചിൽ പുറത്ത് കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമാർ പറയുന്നത്, മക്കളെ നിങ്ങൾ മുറ്റം തൂക്ക്, നല്ല കട്ടിയുള്ള ജോലി. പണ്ടുള്ള അമ്മമാർ പറയും 7 മാസം 8 മാസം ആകുമ്പോൾ തന്നെ ഈ ബക്കറ്റും വെള്ളം ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ബക്കറ്റും വെള്ളവും തൂക്കിയെടുത്തിട്ട് പോകാൻ പറയും, നടക്കാൻ പറയും, അവിടെ കൊണ്ട് വയ്ക്കാൻ പറയും. മനസ്സിലായോ? വെയിറ്റ് ഉള്ളതൊക്കെ വരെ എടുത്തിട്ടുണ്ട്. അവർക്ക് കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, പിന്നെ അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പ്രസവിച്ചു. എന്നിട്ട് പിറ്റേന്ന് 2ൻ്റെ അന്ന് തന്നെ അവർ ജോലി ചെയ്യുന്നു. കുഞ്ഞിന് അവർ പൂർണ്ണ ആരോഗ്യം, അവർ ചൂടുവെള്ളവും നാട്ടുമരുന്നൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അത് അമ്മമാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് പോകും. ഒരു സൈഡൂടെ ജോലിക്ക് പോവും. മനസ്സിലാവും? ഈ പറയുന്ന ഞാൻ നടുവ് വയ്യാത്തതാണ്, നട്ടലിൽ ഇന്നും കമ്പി 3 കമ്പി ഒരു സ്പ്രിങ്ങോ എൻ്റെ നടുവിന് ഇന്നും കിടക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചു. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്ന പിറ്റേ വർഷം അമ്മ മരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ്, ഞാൻ അപ്പോഴും 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അമ്മ മരിക്കുന്നത്. എൻ്റെ അമ്മ പോലും എൻ്റെ കുഞ്ഞിനെ കണ്ടില്ല. അപ്പം എനിക്ക് ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയെ ഞാൻ കട്ടിലിൽ കിടന്നുള്ളൂ.
അത് കഴിഞ്ഞിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്കാണെങ്കിൽ നന്നായിട്ട് പ്രായം ചെന്നതാണ്. അവരെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ചെയ്തു തരും. പക്ഷേ അവർക്ക് കഞ്ഞിയും കറിയും വയ്ക്കേണ്ട ആ ഒരു ഇത് അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ വീട്ടിൽ പലരും ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എഴുന്നേറ്റ് പോയി കുഞ്ഞിന് പാല് കൊടുത്ത് കിടത്തിയിട്ട് ഉറക്കിയിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. ഒരാഴ്ച കിടന്നോന്ന് എനിക്കൊരു സംശയമാണ്. ഞാൻ ഉടനെ തന്നെ അടുക്കളയിൽ കയറി ഞാൻ ജോലി ചെയ്തു. അറിയോ, റെസ്റ്റ് പോലും എടുത്തിട്ടില്ല, ചൂട് വെള്ളം ഒഴിച്ചിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല, ഈ നാട്ടുമരുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കങ്ങനെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം എനിക്ക് ചെയ്തു തരുമായിരുന്നു. പക്ഷെ അമ്മൂമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അമ്മൂമ്മയ്ക്ക് പറ്റില്ല ചെയ്യാനായിട്ട്. പ്രായം ചെന്നതല്ലേ, അവർക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കി, എന്നാൽ പറയും പുറത്തിട്ട് മക്കളെ ഞാൻ വെള്ളം ചൂടാക്കി തരാം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും വേണ്ട, വയ്യാതിരിക്കുക, പടി കയറി ഇറങ്ങിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വീണ് പോയാൽ എന്ത് ചെയ്യും, ഇങ്ങനെയെങ്കിലും എനിക്കൊരു ഹെൽപ്പായിട്ട് നിൽക്കുമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറയാം. പക്ഷെ അത് ചെയ്യണം, പ്രസവ ശുശ്രൂഷയൊക്കെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അത് ഭാവിയിൽ നമുക്കത് ഒരു സമയമാകുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഇത് ഉണ്ടാകും. അപ്പോൾ നാട്ടുമരുന്നൊക്കെ നമ്മൾ ചെയ്യണം, ചൂട് വെള്ളമൊക്കെ ഒഴിക്കണം, ഒക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ ഒരു സൈഡിലൂടെ പോകും. നമ്മുടെ ആരോഗ്യം, നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യ എനർജി കിട്ടും. ഈ ജോലി ചെയ്യാതെയും നമ്മളൊരിടത്ത് ചടഞ്ഞു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ നാളെ നമുക്ക് എന്ത് വന്നാലും, ഈ ഒരു പ്രസവം വന്നാലോ അല്ലെങ്കിൽ വേറൊരു അസുഖം വന്നാലോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതറിയാമോ, ബോഡി താങ്ങില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം ജോലി ചെയ്യുമോ അത്രത്തോളം നമുക്ക് ആരോഗ്യം കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികളോട് ഞാൻ പറയുകയാണ്, വീട്ടുകാരോടും പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞ് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യിക്കും, ഉറപ്പായിട്ട് ചെയ്യിക്കും. കാരണം എൻ്റെ കുഞ്ഞ് അപ്പുറത്ത് കിടന്ന് പ്രസവ റൂമിൽ കിടന്ന് നിലവിളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. കേട്ട് സഹിച്ച് നിൽക്കേണ്ട ത്രാണിയില്ല. കാരണം അത് ഉറഞ്ഞ് കിടക്കുവാണ്, ജോലിയൊന്നും ചെയ്യാതെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞിങ്ങനെ ഇതിലോട്ട് ഉറഞ്ഞ് കിടക്കുവാണ്. അതിനി ഇളകി വരണമെങ്കിൽ നമ്മുടെ സർവ്വശക്തി എടുത്ത് നമ്മൾ പ്രസ് ചെയ്യണം. അതാണ് ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ ജോലി ചെയ്യ്, നിങ്ങൾക്ക് സുഖപ്രസവം ഉണ്ടാവും, കുറച്ച് വേദനയേ ഉണ്ടാവത്തുള്ളൂ. ഇതിനേക്കാളും വേദന നിങ്ങൾക്ക് സഹിക്കേണ്ടി വരത്തില്ല. മനസ്സിലായോ? വേദനയില്ലാതെ ആരും പ്രസവിച്ചിട്ടില്ല. വേദനയുണ്ട്, എല്ലാവർക്കും വേദനയുണ്ട്. എന്നാൽ പോലും നമ്മൾ ആ കുഞ്ഞ് ഇളകി വരുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. ഇളകി കിടക്കുകയാണ് ആ കുഞ്ഞ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഈ ഗർഭപാത്രത്തിൽ ഇങ്ങനെ, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇന്നത്തെ തലമുറയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ഈ ഗർഭപാത്രത്തിൽ ഉറഞ്ഞു കിടക്കുന്ന കുട്ടികൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇളകി നല്ല സ്മൂത്തായിട്ട് അതിനകത്ത് കിടന്ന് ഓടിക്കളിക്കും. അപ്പോൾ പ്രസവ ടൈം ആകുമ്പോൾ, ആ സമയം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്മൂത്തായിട്ട് തന്നെ അതാവും. നമുക്ക് ഒരുപാട് ബലം കൊടുക്കേണ്ടി വരത്തില്ല, കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും, ഒത്തിരിയും ബലം കൊടുക്കേണ്ടി വരില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മോളെ, നിങ്ങളൊക്കെ ഞാടിയുടെ അവസാനം ചില കുട്ടികൾ അവരുടെ ശക്തി എടുത്തിട്ട് പോലും പ്രസവം നടന്നിട്ടില്ല. കുഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുക. അവസാന സമയത്ത് ഡോക്ടർ പറയണം എന്തായിരുന്നാലും ഈ കുട്ടീനെ കൊണ്ട് ഇത് നടക്കില്ല. ഡോക്ടറിന് മനസ്സിലാവും അപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യും ഡോക്ടർ? ആ സമയത്ത് പറയാൻ സിസേറിയൻ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെയാണ് സിസേറിയൻ ചെയ്തെടുക്കുന്നത്. അത് ചില ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ കഴിവതും ഇന്നാണെങ്കിൽ സിസേറിയൻ്റെ ബഹളമാണ്. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും സിസേറിയൻ തന്നെ. ഇപ്പോൾ ഒരു ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞു കാണും 3 മാസം വരെ റെസ്റ്റ് എടുക്കണം, അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ കുഞ്ഞ് ഉറയ്ക്കണം അവിടെ. അപ്പോൾ നമ്മൾ ഈ 1 മാസം 2 മാസം ആകുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും അഥവാ കട്ടിയുള്ള ജോലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ കൊച്ച് ചിലപ്പം ഉറയ്ക്കത്തില്ല, അതായത് അലസിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡോക്ടർമാർ പറയുന്നത് 3 മാസം 4 മാസം വരെ നിങ്ങൾ സൂക്ഷിക്കുക, കനമുള്ളതൊന്നും ചെയ്യരുത്. അങ്ങനെ ആ ഒരു ടൈം വരെ പറഞ്ഞിരിക്കുന്നത്. ചില പെൺപിള്ളേർ ഇതൊരു മുതലാക്കി എന്താ പറയുക, എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ജോലി ചെയ്യരുത്, പ്രസവം വരെ ശരീരം അനങ്ങാൻ പാടില്ല. ഇതൊരു അവസരമാക്കി ചില കുട്ടികളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ അമ്മമാരെന്തെങ്കിലും അഥവാ പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പറയുകയാണെങ്കിൽ പറയും ഡോക്ടർ പറഞ്ഞതാണ് എന്നെ അനങ്ങരുതെന്ന്, കുട്ടിക്ക് ഇതുണ്ടാവും എനിക്ക് ഇതുണ്ടാവും എന്നൊക്കെ. അതൊരു കാരണമാക്കി ചിലവർ മുതലാക്കി അത് എടുത്തിരിക്കുക. പക്ഷെ അത് അവർ പിന്നീട് അനുഭവിക്കുന്നത് ആ കുട്ടി പ്രസവിക്കുന്ന ടൈമിനാണ് അനുഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ചില കുട്ടികൾക്ക് പേടിയാണ്,
പ്രസവിക്കാൻ പറ്റൂല. ഇന്നത്തെ കുട്ടികൾ പറയുന്നതാണ് സിസേറിയൻ മതി, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, സിസേറിയൻ ചെയ്യരുത് മക്കളെ. സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ വയറും ചാടി നമ്മുടെ രൂപ സാദൃശ്യമേ പോകും, നമ്മുടെ സൗന്ദര്യം മൊത്തം പോകും. പക്ഷേ നമ്മൾ സുഖപ്രസവം ഈ പറഞ്ഞതുപോലെ അഖിൽമാരാർ പറഞ്ഞതുപോലെ നമ്മൾ പണ്ടത്തെ കാലത്ത് അമ്മമാരെ എങ്ങനെ ചെയ്തോ അതുപോലെ നിങ്ങൾ ഇന്നത്തെ തലമുറ കുട്ടികൾ ഇനി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ സൗന്ദര്യം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ആ സൗന്ദര്യം തന്നെ നിങ്ങൾക്ക് മരിക്കുന്നത് വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വയറും ചാടില്ല, ഒന്നും ചാടില്ല. സുഖപ്രസവമാകുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് അതുപോലെ ഇരിക്കും വയറ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങളന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വേണോ, നിങ്ങളുടെ സൗന്ദര്യം വേണോ, നിങ്ങൾ ജോലി ചെയ്യുക. 5 മാസം 6 മാസം ആകുമ്പോൾ തന്നെ നിങ്ങൾ മുറ്റം അടിച്ച് തുടങ്ങി വീട്ടിലെ സർവ്വ ജോലിയും ചെയ്യണം, പ്രസവിക്കുന്നത് വരെ ചെയ്യണം. നിങ്ങൾക്ക് വേറെ ഒരു അസുഖം ഇല്ലെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ വേറെ മാരകമായ വല്ല അസുഖം ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവതി ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളിത് ചെയ്തിരിക്കണം. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശരീരം ഇരുമ്പ് പോലെ ഇരിക്കും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മനസ്സിലായോ? പിന്നെ അല്ലാതെ അസുഖം ഉള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡോക്ടർമാർ പറഞ്ഞതുപോലെ റെസ്റ്റ് എടുക്കുക. കാരണം അവരുടെ അസുഖം നോക്കണം, കുഞ്ഞിൻ്റെ ഹെൽത്ത് നോക്കണം, അമ്മയുടെ ഹെൽത്ത് നോക്കണം. അപ്പോൾ അതിലൊക്കെ ഡോക്ടർമാർ പറയുന്നത് ശ്രദ്ധിക്കുക. പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടികൾ ആണെങ്കിൽ ഒരു അസുഖവും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, പണ്ടത്തെ അമ്മമാരെങ്ങനെയാണ് ചെയ്തത് അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ശരീരം, നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ കയ്യിലിരിക്കും. സിസേറിയൻ കഴിവതും നിങ്ങൾ സിസേറിയൻ ഒഴിവാക്കുക. കാരണം സിസേറിയൻ ചെയ്താൽ നിങ്ങളുടെ ശരീരം മൊത്തം നാശമാവും. കാരണം വയറും ചാടി, പിന്നെ വണ്ണവും വച്ച് അങ്ങനെ നമ്മുടെ ശരീരം പിന്നെ അതിനൊക്കെ ഒരുപാട് മെനക്കെടേണ്ടി വരും നമ്മൾ. മനസ്സിലായോ? കഴിവതും സിസേറിയനൊക്കെ ഒഴിവാക്കാൻ നോക്കുക. കഴിവതും ജോലി ചെയ്ത് സുഖപ്രസവത്തിലോട്ട് പോകാൻ നോക്കുക. നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും സൂക്ഷിക്കാൻ നോക്കുക. മനസ്സിലായോ? അപ്പം ഇന്നത്തെ ടെക്നോളജിയൊക്കെ നല്ലതാണ്, മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, അതിലൊന്നും കുറ്റം പറയുന്നില്ല. അന്നത്തെ കാലത്ത് അരി അന്നത്തെ കാലത്ത് ഇന്ന് മിക്സിയുണ്ട്, അരയ്ക്കണമെങ്കിൽ അന്ന് അമ്മിക്കല്ലിട്ട് ഞങ്ങളൊക്കെ അരയ്ക്കുന്നത്. പക്ഷേ ഇന്നൊക്കെ ഞങ്ങൾ വളർന്നു വന്ന സമയത്ത് ഞാൻ അമ്മിക്കല്ല് അരച്ചിട്ടുണ്ട്, തുണി അലക്കിയിട്ടുണ്ട്. തുണിയൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലിട്ട് അലക്കുന്ന, വെള്ളം കോരി അലക്കും. മനസ്സിലായോ? മുറ്റടിക്കും. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് മുറ്റടിക്കും. പിന്നെ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കും. വീട്ടിലെ സർവ്വ ജോലിയും ചെയ്യും. ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ സ്വഭാവമാണെങ്കിൽ കുഞ്ഞു വീടായിരുന്നു, അത് പറഞ്ഞു വന്നപ്പോഴാണ് ഇതായിപ്പോയത്. കുഞ്ഞു വീടായിരുന്നു കേട്ടോ. ആ വീട് ചാണകം മൊഴിയെ വിടണം. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. എനിക്ക് ജോലി ചെയ്യാൻ അന്നേ എനിക്കൊരു മടിയുമില്ല. കാരണം എനിക്ക് ഭയങ്കര വൃത്തിയാണ്. പറഞ്ഞതുപോലെ ഒരു കാര്യം കണ്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ എനിക്ക് അതെടുത്ത് മാറ്റാതെ എനിക്ക് ഉറക്കം വരില്ല. അത് വയ്ക്കേണ്ടടുത്ത് ഇരുന്നാൽ എനിക്ക് സമാധാനത്തോടെ ഞാൻ ഒരിടത്ത് ഇരിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ഉറങ്ങില്ല. അപ്പോൾ എന്തു ചെയ്യും? ഞാൻ വീടെല്ലാം അടിച്ച് വാരി തൂത്തുവാരി, ചാണകം മുഴുകുന്ന വീടാണ്. ആ വീട് വന്ന് കണ്ടാലുണ്ടല്ലോ, പലരും അതുവഴി പോകുന്നവർ പറയും, പലരും വീട്ടിൽ വന്നിട്ടുള്ളവർ പറയും, ഈ വീട് കാണുമ്പോൾ അറിയാം ആ വീട്ടിനകത്ത് പെണ്ണുണ്ടെന്ന് ആ വീട് കാണുമ്പോൾ അറിയാം, കയറി വരുമ്പോൾ തന്നെ. കാരണം അത്രയും സജ്ജീകരിച്ചാണ് ആ വീട് വൃത്തിയാക്കിയിട്ടിരുന്നത്. ആ ചാണകം മുഴുകുന്ന വീട് പോലും വിറവ്, അന്നൊന്നും ഗ്യാസൊന്നുമില്ല, വിറകാണ്. ആ അടുപ്പിൻ്റെ പുറമൊക്കെ ചാരമൊക്കെ വാരി, ഞാൻ ചെയ്യുന്ന ആ ചാരമൊക്കെ വാരി ചെടിയിൽ കൊണ്ടിട്ടിട്ട് അടുപ്പിൻ്റെ പുറമൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി. ഇതുപോലെ നമ്മളിപ്പോൾ ഗ്യാസ് എങ്ങനെ അതുപോലെ അടുപ്പിട്ടിരിക്കും. എന്നാ രസമെന്നറിയോ കാണാനായിട്ട്. ഞാൻ എങ്ങനെയൊക്കെ അലങ്കരിക്കുമോ ആ രീതിയിലെല്ലാം വീട് എന്ത് വൃത്തിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടെന്നറിയാമോ. ആ വീട് കാണുമ്പോൾ അറിയാം ഇവിടെ പെൺകുട്ടികളുള്ള വീടാണെന്ന് വിളിച്ച് പറയും. അത് മനസ്സിലായോ? ആ പെൺകുട്ടികളായ അങ്ങനെ ആയിരിക്കണം. ഒരു വീടാക്കി വയ്ക്കുന്നത്, ആ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടികളാണ്. മനസ്സിലായോ? ആ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വീടെന്ന് പറഞ്ഞാൽ, ഒരു വീടിൻ്റെ നിലവിളക്കെന്ന് പറയുന്നത് പെണ്ണാണ്. ഒരു പെണ്ണുണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യം എന്ന് പറയണത്. അപ്പം നമ്മളാണ് ആ വീട് സൂക്ഷിക്കേണ്ടത്, നമ്മളാണത് വൃത്തിയാക്കേണ്ടത്. അത് കണ്ടിട്ട് കാണാതെ മൊബൈലും കുത്തി പിടിച്ചിരിക്കരുത്. ഇനിയുള്ള പെൺകുട്ടികൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണം. അതിലൊന്നും നിങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ല സ്മൂത്തായിട്ട് നിൽക്കണമെങ്കിൽ ജോലി ചെയ്യണം. നമ്മുടെ വീട്ടിലെ ജോലി നമ്മളല്ലേ ചെയ്യുന്നത്. ഒന്ന് വീട് തൂക്കുന്നതും പാത്രം കഴുകുന്നതും അമ്മയ്ക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ മക്കൾ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമുക്ക് വരും തലമുറ നമുക്ക് ചെയ്യും. ഓക്കെ.
അപ്പം നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അഖിൽമാരാറിനെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കരുത്, ഇങ്ങനെ ക്രൂശിക്കരുത്. പുള്ളി പറഞ്ഞതിൽ 100% എന്നെപ്പോലെ ഒത്തിരി പേര് അതിൽ അംഗീകരിക്കുന്നുണ്ട്, പുള്ളിയുടെ പക്ഷത്താണ് ഒത്തിരി പേര്. പക്ഷെ കുറച്ച് പേര് മാത്രമേ ഇതുള്ളൂ. പക്ഷേ ഇതാണ് കാരണം. പുള്ളി പറഞ്ഞ തെറ്റല്ല. അന്നത്തെ കാലത്ത് പുള്ളിയുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് പുള്ളിയുടെ അമ്മ, അമ്മുമ്മ, അയൽവക്കക്കാർ പുള്ളി കണ്ടു വളർന്ന കാര്യമാണ് പറഞ്ഞത്. പുള്ളിയുടെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്, പുള്ളിയുടെ അമ്മുമ്മ പറഞ്ഞ കാര്യം, ജീവിച്ച കാലഘട്ടത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് ഈ സജ്ജീകരണങ്ങളൊക്കെ മിക്സി, ഇപ്പോൾ കല്ലിയിട്ട് തുണി എഴുതണ്ട, അതിന് വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. പിന്നെ വിറക് കത്തിച്ച് ഊതണ്ട. ഞങ്ങളൊക്കെ ഊതിയിട്ടാണ് ആ തീ കത്തിക്കുന്നത്. എന്നോരോ പാടുപെടുമെന്നറിയാം ഒന്ന് കത്തിപ്പിടിക്കാനായിട്ട് ഊതുന്നത്. എൻ്റെ വയറൊക്കെ വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഗ്യാസ് എടുക്കാൻ കത്തിക്കുക, വയ്ക്കുക, ജോലി കഴിഞ്ഞു. മനസ്സിലായോ? ഒരു അരമണിക്കൂർ കൊണ്ട് ജോലി കഴിയും. ഒരു സൈഡ് തുണി അലക്കുന്നു. അതൊക്കെ സജ്ജീകരണങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ശരീരമാണ് പോകുന്നത്. നമുക്ക് ജോലിയൊക്കെ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ശരീരത്ത് പല അസുഖങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ശരീരം അനങ്ങി ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല രോഗം. അങ്ങനെയാണ് ഇന്ന് രോഗത്തിൻ്റെ പുറത്ത് രോഗം. പണ്ട് കാലങ്ങളിൽ രോഗമേ ഇല്ല. ജോലി ചെയ്യുന്നതുകൊണ്ട് അവരുടെ ബോഡി എപ്പോഴും നല്ല ഇരുമ്പ് പോലെ ആയിരിക്കുന്നു, നല്ല ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. അവർക്കൊരു പനി പോലും വരുന്നില്ല. എനിക്കൊക്കെ ആണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ഒരു പനി വന്നു. മനസ്സിലായോ? പനി വരാനൊക്കെ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കിടക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് അസുഖമേ ഇല്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും മാരകമായ അസുഖങ്ങളാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്? നിങ്ങളിങ്ങനത്തെയൊക്കെ ടെക്നോളജികൾ വന്ന് ശരീരം അനങ്ങുന്നില്ല. എല്ലാം അതിലാക്കിയിട്ട് അങ്ങ് കിട്ടുന്ന സമയമെല്ലാം കഴിക്കുക, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക, ശരീരം അനങ്ങുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ ശരീരം അനങ്ങണം. ഇതിനകത്ത് കുറച്ച് യന്ത്രങ്ങളുണ്ട്. ഈ ശരീരത്ത് അതോനായി കുറച്ച് യന്ത്രങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്ത് തുടങ്ങും, അസുഖങ്ങൾ വന്നു തുടങ്ങും. മനസ്സിലായോ? അപ്പം നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ യന്ത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ശരീരവും വർക്കായിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും അസുഖം അഥവാ വരുവാണെങ്കിൽ പ്രതികരിച്ച് നിൽക്കും, നമ്മുടെ ശരീരത്തോട്ട് ഇതാവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഇന്നത്തെ തലമുറകൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. കുറേ നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ ഇത് കേൾക്കുവാണെങ്കിൽ നിങ്ങളുടെ ആയുസ് നല്ല ആരോഗ്യത്തോടെ നിങ്ങൾ വർഷങ്ങളോളം നിങ്ങൾ ജീവിക്കും. പണ്ടത്തെ കാലത്ത് അപ്പൂപ്പന്മാരും അമ്മമാരും ഇന്നും പയർ പോലെ എഴുന്നേറ്റ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് അവർ അധ്വാനിക്കുന്നവരാണ്. ഇന്നും അവർ ജോലി ചെയ്യുന്നു, പറമ്പിലിറങ്ങി അവർ ജോലി ചെയ്യുന്നു, വയലിൽ ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് അവർ ആരോഗ്യത്തിൽ അവർക്കൊരു അസുഖമില്ല, BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗറില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവരുടെ ഫുൾ ബോഡി അനങ്ങിക്കൊണ്ടിരിക്കുവാണ്. അവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ആയുസ് ഇങ്ങനെ അവരൊക്കെ കൂടിക്കൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? അവർ ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് ഹോസ്പിറ്റലിലൊന്നും കൊടുക്കുന്നില്ല. അതിന് പകരം ഒരു നല്ല ഫുഡ് വാങ്ങിച്ച് വെച്ച് കഴിക്കുവാണ്. ഇത് മൊത്തവും നമ്മൾ ജോലി ചെയ്യുന്ന മൊത്തവും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുക. മനസ്സിലായോ? ഹോസ്പിറ്റലുകാർ നന്നാവുകയാണ്. നമ്മളെപ്പോലെയുള്ളവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പൈസയും കൊണ്ട് നമ്മളെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊടുക്കും. അവർ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ടെക്നോളജി ഇതൊക്കെ നല്ലത് തന്നെയാണ്. ഇതൊക്കെ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ചെയ്യുക. വല്ലപ്പോഴും ഒരിക്കലൊക്കെ തുണി അലക്കുക. വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇപ്പോൾ മിക്ക വീടുകളിലും കിണറില്ല, എല്ലാം അടച്ചു മൂടി. ഇപ്പോൾ കുഴിക്കിണറാണ്. ഞാൻ എൻ്റെ വലിയ ആഗ്രഹമാണ്, എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടില്ല. പക്ഷെ എൻ്റെ അതോനായി എനിക്ക് ഭൂമിയിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് തന്നാൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹ സ്വപ്നമാണ്. അത്രയ്ക്ക് ഞാൻ മനസ്സ് വിഷമിക്കുന്നുണ്ട് ഒരു വീടില്ലാതെ. മനസ്സിലായോ? പലരും പലയിടത്തും മാറാൻ പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ പറഞ്ഞറിയാം. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാവുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വാടകേൻ്റെ കാര്യവും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോസ് 12ാമത്തത് നിങ്ങളെടുത്ത് കാണുക. അപ്പോൾ നിങ്ങൾ ഈ എന്തോ ഒന്നും മറന്നുപോയി. അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കഴിവതും നിങ്ങൾ വീട്ടിലെ ജോലി ചെയ്യുക. ഞാൻ എന്തോ പറഞ്ഞു വന്നത് വിട്ടുപോയി കേട്ടോ. എന്തോ ആണെന്നൊരു പിടുത്തമില്ല. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കോൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആരാ വിളിക്കുന്നതെന്നറിയില്ല, എടുക്കാനും പറ്റില്ല. അപ്പം
അതുകൊണ്ട് ആ മൈൻഡ് എവിടെ പറയാൻ വന്നത് എങ്ങോട്ടോ പോയി, അത് ഓർമ്മ വരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പം നിങ്ങൾ കഴിവതും നിങ്ങൾ ഇത് കേട്ട് ഇതാക്കാൻ നോക്കുക, ജോലി ചെയ്യാൻ നോക്കുക. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അമ്മമാർക്ക് ജോലി ചെയ്ത് കൊടുക്കുക. അമ്മമാർ പറയുന്നത്, നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മമ്മമാർ പറഞ്ഞു തരുന്നത് അനുസരിക്കാൻ നോക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മയും അമ്മൂമ്മയും പറയുന്നത്, അല്ലാതെ നിങ്ങളെക്കൊണ്ട് മനഃപൂർവ്വം ജോലി ചെയ്യിക്കുന്നില്ല. നിങ്ങളുടെ കരച്ചിൽ കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും, നമ്മൾ മനുഷ്യനായി ഇരുന്നാൽ പോരാ, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ജ്ഞാനവും ബുദ്ധിയും ദൈവം തന്നിട്ടില്ലേ, പിന്നെ എന്താണ്? അപ്പം നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാൻ എന്തോ സീരിയസ് ആയിട്ട് പറയാൻ വന്നതായിരുന്നു, എന്താണെന്നറിയില്ല. എൻ്റെ ഓർമ്മ തരണേ അതോനായി. അപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്, മനസ്സിലായോ? അപ്പം ഞാൻ ഇപ്പോൾ വരാവേ. അത് ഒരു കോള് വന്നേ, എൻ്റെ കോള് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ഫോണുണ്ടായിരുന്നു, അപ്പോൾ അതിൽ വിളിച്ചായിരുന്നു, ഹസ്ബൻഡാണ് വിളിച്ചത്, അതാണ് പോയത് അങ്ങോട്ട് ഞാൻ, കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ നമ്മൾ കാര്യം അറിയാതെ ആരെയും നമ്മൾ ക്രൂശിക്കാൻ പാടില്ല, ഒരു മനുഷ്യരെ. നമുക്കതിൻ്റെ അധികാരം നമുക്കില്ല. പോട്ട് നമുക്കതിൽ ഇത് അനീതിയാണ് പറയുന്നതെങ്കിൽ നമുക്കതിൽ ചോദിക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ചോദിക്കുന്നില്ലേ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ അത് നമ്മൾ ന്യായമാണെങ്കിൽ ന്യായത്തിൻ്റെ പക്ഷത്ത് അവരുടെ കൂടെ ആര് പറയുന്നു? ഇപ്പോൾ ഈ പറഞ്ഞവർ, ഇപ്പോൾ ഈ കേൾക്കുന്നവർ, ഇതിനെതിർത്ത് നിന്നവരൊക്കെ, നിങ്ങൾ നാളെ ഒരു നല്ലൊരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് നിങ്ങളെ അനുകൂലിക്കും, പറയുന്നത് കറക്റ്റാണെങ്കിൽ. പക്ഷെ അതിന് കഴമ്പുണ്ടാവണം, അത് അനുഭവം ഇതും ഉണ്ടാകണം. അനുഭവം ഉള്ളവരെ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനും വന്നത് സംസാരിക്കാനായിട്ട്. കാരണം ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഓരോ അമ്മമാർ പറഞ്ഞ് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ സംസാരിക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ടാണ് അഖിൽ മാരാറിൻ്റെ കൂടെ ഞാൻ അതിനോട് യോജിച്ചത്, മനസ്സിലായോ? പുള്ളിക്കാരൻ പറഞ്ഞത് 100% ശരി തന്നെയാണ്, ഇപ്പോഴും ശരിയാണ്. ഒരു തെറ്റും എനിക്ക് പുള്ളിക്കാരനിൽ തോന്നുന്നില്ല, കറക്റ്റാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം കഴിവതും ഇനി നിങ്ങൾ അമ്മമാർക്ക് ഒരു ഹെൽപ്പായിരിക്കണം. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ, ഒരുപാട് അമ്മമാർ ഇന്ന് വിഷമിക്കുന്നുണ്ട്. ആ വേദന എൻ്റെ അടുത്ത് പലരും വന്ന് പറയാറുണ്ട്. ഒരു കുട്ടികൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പുറത്ത് ജോലിക്ക് പോയിട്ട് വന്ന് വീട്ടിലെ ജോലി നോക്കണം, രാവിലെ ചെയ്തു വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അവർക്ക് കുറച്ച് നിങ്ങളെപ്പോലുള്ള മക്കൾ അമ്മമാർക്ക് റെസ്റ്റ് കൊടുക്കുമ്പോഴല്ലേ അമ്മമാരുടെ ആരോഗ്യ ആയുസ്സും നീണ്ടു നിൽക്കത്തുള്ളൂ. അപ്പോൾ അവർ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു അമ്മയില്ലാത്തതിൻ്റെ വേദന എനിക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ പോയപ്പോൾ ആ വേദന എന്താണ്. നമുക്ക് കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. ഇപ്പം നമുക്ക് കൈയുണ്ട്, ഇന്നെനിക്ക് കാലിന് പ്രശ്നം. ആ കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല, ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ കാലുണ്ടായിരുന്ന സമയത്ത് നമ്മളെവിടെ വേണമെങ്കിലും പോകും, നമുക്കൊരു യാതൊരു ഇതുമില്ല, നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. അതാണ് വണ്ടി ഓട്ടിക്കുമ്പോൾ പറയുന്നത്, നോക്കി ഓട്ടിക്കണം. ഒരു ചെറിയൊരു അപകടം വരെ ഒരു നിമിഷം മതി. അപ്പം നമ്മുടെ അധോനായി നമുക്ക് തന്ന ശരീരം ഒരു കുറവുമില്ലാതെയാണ് അമ്മയുടെ ഉദരത്തിൽ നമ്മളെ തരുന്നത്. ആ ഒരു കുറവുമില്ലാതെയാണ് പ്രസവിച്ച് പുറത്തോട്ട് വരുന്നത്. ആ അധോനായി അത്രയും കാത്ത് പരിപാലിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് ആ ശരീരം ഒന്നുപോലും കല്ലിലും മുള്ളിലും തട്ടാതെ നമ്മളതിനെ പരിപാലിച്ച് കൊണ്ടുപോകണം. എങ്കിൽ എന്ന് നമ്മുടെ കൂടെ ഈ കൈയും കാലും കണ്ണും ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല, മനസ്സിലായോ? ഇപ്പം വരേണ്ടത് വഴി തങ്ങൂല. ചിലവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് എൻ്റെതെന്ന് പറഞ്ഞാൽ ഒരു നിമിത്തം, അതായത് എൻ്റെ അധോനായിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് തന്നത്. എൻ്റെ അധോനായി എന്നെ കണ്ടു, പണ്ടേ എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അധോനായി എനിക്ക് ഇവളെ വേണം, ഇവളെന്നെ അറിയണം എന്ന് എൻ്റെ അധോനായി ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നതുകൊണ്ടല്ലേ എൻ്റെ അധോനായിനെ എനിക്ക് പഠിക്കാൻ പറ്റിയത്, മനസ്സിലാക്കാൻ പറ്റിയത്, എൻ്റെ ആബച്ചീനെ. ചിലവർക്കിത് പറയുമ്പോൾ മനസ്സിലാവില്ല. എൻ്റെ യേശുവായിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്വർഗത്തിലിരിക്കുന്ന ജീവനുള്ള, ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇരിക്കുന്ന ആ അപ്പനെ കുറിച്ചാണ് പറയുന്നത്. ആ അധോനായി എന്നാണ് യേശുവിൻ്റെ നാമം, യേശുവായിൻ്റെ നാമം.
അധോനായി എന്ന് വിളിക്കണം. ആ യഹൂദ മക്കൾ അധോനായി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കയ്യിലൊക്കെ അങ്ങ് വല്ലാത്ത ഒരു ഫീലാണ്. മനസ്സിലായോ? അധോനായി നീട്ടിയാ വിളിക്കുന്ന വിളിയുണ്ടല്ലോ, സ്വർഗം തുറന്ന് കേൾക്കും എൻ്റെ ആബ. ഞാൻ ചില സമയം ഇങ്ങനെ കടയിലിരുന്ന് വീട്ടിലൊക്കെ ഇരുന്ന് തന്നെ വിളിക്കും, എൻ്റെ അധോനായി എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടന്ന് ഇങ്ങനെ വിളിക്കും ഞാൻ. അത് ഇഷ്ടം കൂടുതലും ഉണ്ടാകും കേട്ടോ. എൻ്റെ ആവ അത് കേൾക്കുന്നുണ്ട്, എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അമ്മമാരെ നിങ്ങൾ സ്നേഹിക്കുക, അമ്മമാരെ കൂടുതൽ കഷ്ടപ്പെടുത്തരുത്. മക്കളെ വളർത്തി കൊണ്ടൊരു പ്രായം വരെ കൊണ്ടുവരുന്നത് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അവർ പുറത്ത് ജോലിക്ക് പോയിട്ട് വരുവാണ്. ഞാൻ എൻ്റെ അമ്മ കൂലിപ്പണിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ വരുമ്പോഴത്തേക്ക് വൈകിട്ട് സന്ധ്യയാവും കേട്ടോ. ചില സമയം നേരത്തെ വരും, ചില സമയത്ത് 7 മണി 7:30 ആവും. അപ്പോൾ ഞാനാണെങ്കിൽ കുളിച്ച് വീടൊക്കെ ഇതാക്കി വൃത്തിയാക്കിയിട്ട് കുളിച്ച് ഞാൻ റെഡിയായിട്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അമ്മയ്ക്ക് അപ്പോൾ അന്ന് കിണറുണ്ടായിരുന്നു, ആ കിണറിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് എനിക്ക് അത് വിട്ടുപോയത്, വേറെ എന്തെല്ലോ പോയത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അധോനായി ഓർമ്മ തരും. അപ്പോൾ ഞാനൊരു സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുവാണെങ്കിൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, സ്വന്തമായിട്ടൊരു വീട് ഭൂമിയിൽ എൻ്റെ അധോനായി എനിക്ക് തരുവാണെങ്കിൽ എൻ്റെ വലിയൊരു സ്വപ്നമാണ്. എന്ന് വെച്ചാൽ തീരാ വേദനയാണ് എൻ്റെ ജീവിതത്തിലത്. 15 വർഷം കൊണ്ട് വാടകയ്ക്കണം, പലരും മാറണമെന്നൊക്കെ പറയുമ്പോൾ അത് എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാമോ. ആ അടുക്കി പറക്കുക, ഒതുക്കുക, പിന്നെ ആ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്യുക. ഭയങ്കര അത് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് താമസിക്കുന്നവർക്ക് അതിൻ്റെ വേദന ഒരിക്കലും അറിയോ. ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ കരഞ്ഞു പറയാം, എനിക്കൊരു ഭൂമിയിൽ എനിക്കൊരു വീടുണ്ടോ, എനിക്ക് ഭൂമിയിലൊരു വീട് എനിക്കുണ്ടോ, എൻ്റെ എനിക്ക് എവിടെയാണ് ഒരുക്കി വെച്ചേക്കുന്നത് എന്ന് ഞാൻ ആബയോട് എന്ന് ഞാൻ സംസാരിക്കും കേട്ടോ. എൻ്റെ തരും. എന്നോട് എല്ലാവരും പറയും, ഇതുവരെയ്ക്കൊരു വീടായില്ലേ എന്നൊക്കെ ചോദിക്കും പല ഓട്ടോക്കാരും. കാരണം വർഷങ്ങൾ കൊണ്ട് ഓട്ടോയിലല്ലേ പോകുന്നത്. ഇപ്പോഴാണ് മോൻ്റെ കൂടെ സ്കൂട്ടിയിൽ പോകുന്നത്. വർഷങ്ങൾ കൊണ്ട് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ഓട്ടോക്കാർക്കും എന്ന് വെച്ചാൽ ദൂരെ ഉള്ളവർക്ക് വരെ എന്നെ അറിയാം. നമ്മൾ സിറ്റിയിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പല ഓട്ടോ പിടിച്ചപ്പോൾ ചേച്ചി എനിക്ക് ഓർമ്മയാണ്, ചേച്ചീനെ ഞാൻ കൊണ്ട് വിട്ടിട്ടുണ്ട്, ചേച്ചി ഇതുവരെയ്ക്ക് വീട് മാറിയില്ല. അപ്പോൾ പോകുന്നിടത്തിലൊക്കെ പല വീട്ടിലാണ് ഞാൻ ചെന്ന് എന്നെ കൊണ്ട് വിടുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കും, അപ്പോൾ അത് സ്വന്തം വീടായിരുന്നില്ലേ ചേച്ചി എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, വാടകയ്ക്ക് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ചേച്ചിക്ക് ഒരു വീട്. ഞാൻ പറഞ്ഞു, എങ്ങനെ നോക്കാനാ, ഈ ഇച്ചിരി ശമ്പളത്തിൽ എന്ന് ഒരാളുടെ വരുമാനത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് നോക്കാം. മക്കളെ പഠിപ്പിക്കണം, വീട് വാടക കൊടുക്കണം, പിന്നെ മറ്റേ ഒരു അസുഖം വന്നാൽ അതിന് നോക്കണം. എന്നാൽ പോലും തികയുന്നില്ല. കടം തന്നെയാണ് മേടിക്കുന്നത് നമ്മൾ. ഇല്ലെങ്കിൽ വലിയ കോടീശ്വരി പോലും കടം മേടിക്കുന്നു. പിന്നെയാണോ നമ്മൾ? എനിക്ക് പറയാൻ മടിയൊന്നുമില്ല, എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് പൊങ്ങച്ചടി, എനിക്ക് അത് പൊതുവേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഉള്ളത് നമ്മൾ പറഞ്ഞു. കാരണം ഇത് സ്വർഗത്തിലിരിക്കുന്ന യേശുവാണ് കാണുന്നത്, എൻ്റെ അധോനായി കാണുവാണ്. അപ്പം ഞാൻ കള്ളം പറഞ്ഞ എൻ്റെ അധോനായി എന്നോട് ചോദിക്കും, നീ എന്തിനാ ആവശ്യമില്ലാത്തത് പറഞ്ഞെന്ന്. അതുകൊണ്ട് എൻ്റെ അധോനായിയുടെ ഇഷ്ടത്തിന് എൻ്റെ അധോനായി പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധതയോടെ ജീവിക്കണം. നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കള്ളം പറഞ്ഞും പൊങ്ങച്ചം പറഞ്ഞും നമ്മൾ അത് ശാശ്വതമല്ല നമുക്ക്. അതുമാത്രമല്ല, അത് ഇഷ്ടമല്ല അധോനായിക്കത്. ഈ കുശുമ്പ്, കുന്നായ്മ എന്നുകൊണ്ട് പറയുന്നത്, പിന്നെ എതിർക്കുന്നത്, അനുസരിക്കാതെ ഇരിക്കുന്നത്, ഇതൊന്നും അധോനായിക്ക് ഇഷ്ടമല്ല. മനസ്സിലായി? അധോനായിക്ക് ഇഷ്ടം എപ്പോഴും എളിമയിൽ നിൽക്കുക. നമ്മളെ ഏത് പൊസിഷനിൽ നമ്മളെ അധോനായി എത്തിച്ചാലും നമ്മൾ വന്ന വഴി മറക്കരുത്. ചിലവർ മറന്നു പോവും, ചിലവർ ഓർക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ വന്ന വഴി എപ്പോഴും നമ്മൾ ഏത് പൊസിഷനിൽ നമ്മളെ അധോനായി നമ്മളെ കൊണ്ടെത്തിച്ചാൽ ആ വന്ന വഴി നമ്മൾ എങ്ങനെ ജീവിച്ച് വളർന്നു, എങ്ങനെ വന്നു എന്ന് അതെപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കിട്ടിയതെല്ലാം നമ്മുടെ അധോനായി നമുക്ക് തന്ന സമ്മാനം മരണം വരെ നമുക്ക് നിലനിൽക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പകുതി വഴിക്ക് വെച്ച് തന്നെ നമുക്ക് നഷ്ടമാവും. പൊങ്ങച്ചം പറയുന്നത് അധോനായിക്ക് ഇഷ്ടമേ ഇല്ല. ബൈബിളിലുണ്ട് അതങ്ങനെ. നിങ്ങളതെടുത്ത് വായിക്കണം. അതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് എൻ്റെ ആവയെ മറച്ച് എനിക്ക് ഇഷ്ടമല്ല. കള്ളം പറയുന്നതേ എനിക്കിഷ്ടമല്ല. കള്ളം പറയുന്നതും കള്ളം കാണിക്കുന്നവരെയും കള്ളം പറയുന്നവരെയും എനിക്കിഷ്ടമല്ല. ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ പറയുക, ജീവിക്കുക അന്തസ്സായിട്ട്. മനസ്സിലായി? ഇതൊക്കെ ന്യായവിധിയിൽ നമ്മളോട് ചോദിക്കും, അധോനായി ചോദിക്കും. ആ പേടി എപ്പോഴും വേണം. അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, എനിക്ക് ഭൂമിയിൽ ഞാൻ വീട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ആഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത്, പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും
ഒരു വീട്ടിൽ പോലും. പക്ഷേ എൻ്റെ വീട്ടിൽ കിണറില്ലായിരുന്നു കേട്ടോ. കുഞ്ഞു വീടായിരുന്ന സമയത്ത്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ അപ്പുറത്തെ വീട്ടിൽ, അയൽവക്കത്തെ വീട്ടിലൊക്കെയാണ് പോയി വെള്ളം കോരിക്കൊണ്ട് വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നീടാണ് ഞാൻ ആക്സിഡൻറ്റ് പറ്റി ഞാൻ വന്നതിന് ശേഷമാണ് വീട്ടിൽ കിണർ വയ്ക്കുന്നത്. കാരണം അവരപ്പുറത്ത് പോയി ചെയ്യുന്നത് കൊണ്ട് എനിക്കതൊരു ഇതായിരുന്നു. അങ്ങനെ കുറേ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞില്ല, അങ്ങനെ കുറേ പേര് കുറച്ച് ക്യാഷ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ വന്ന് ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങളൊന്നുമില്ല. ഒത്തിരി പേര് പറഞ്ഞ് എനിക്ക് കോടികൾ കിട്ടി, ലക്ഷങ്ങൾ കിട്ടി. ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കണോ, ഇങ്ങനെ ജീവിക്കണോ? അങ്ങനെ കിട്ടിയെങ്കിൽ മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ഇല്ലാത്തതുകൊണ്ടാക്കി പറയാം. ഇച്ചിരി ഉണ്ടെങ്കിൽ പെരുപ്പിച്ച് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും എതിർക്കാനൊന്നും പോയില്ല. എൻ്റെ സത്യം എൻ്റെ അധോനായിക്കറിയാം. അപ്പം ഞാൻ വന്നപ്പോൾ ഒരു ചെറിയ കിണർ വെച്ചു. അപ്പോൾ ഇന്ന് കിണറുള്ള വീടുകളെല്ലാം കിണർ ഒന്നിലും മൂടിക്കളയും, ഇല്ലയെന്നുണ്ടെങ്കിൽ തട്ടി അത് അടച്ച് കളയും. പക്ഷേ അതാണ് പറഞ്ഞത്, വന്ന വഴി ഒരിക്കലും മറക്കരുത്. നമുക്ക് ഈ കറണ്ട് എന്നും ശാശ്വതമാണ്. അഥവാ ഇപ്പോൾ കറണ്ടുണ്ട്, ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു 3, 4, 5 മണിക്കൂർ കറണ്ട് പോയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കറണ്ട് പോയെന്ന് വെച്ചാൽ, നമുക്ക് വെള്ളമില്ല. ഈ കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ യന്ത്രങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതിനും ഒരു യന്ത്രം വേണം. എന്ത് വേണം? ഇതൊക്കെ മിക്സി, വാഷിംഗ് മെഷീൻ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് യന്ത്രമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ യന്ത്രം ചെയ്യണമെങ്കിൽ ഒരു കറണ്ട് വേണം. കറണ്ട് ഇല്ലെങ്കിൽ അതിന് ഉപയോഗമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ശരീരത്തിലുള്ള യന്ത്രം നമുക്ക് അധോനായി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ യന്ത്രം വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതോടെ പ്രതിഷേധം ഉണ്ടാക്കും, പല അസുഖങ്ങളുണ്ടാക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു തന്നത് ക്ലിയറായിട്ട്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുക, അതാണ് മെയിൻ. ആ യന്ത്രം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ജോലി ചെയ്യണം. നമ്മുടെ ശരീരം എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം അപ്പോൾ എല്ലാവരും ആ കിണറൊക്കെ കുഴിച്ചു മൂടാണ്. ഞാൻ പലരോടും പറയും കേട്ടോ, നമുക്ക് അവസാനം അതേ ശാശ്വതം കാണുള്ളൂ. കറണ്ട് പോയാൽ എന്ത് ചെയ്യും നമ്മൾ? പണ്ട് മണ്ണെണ്ണ വിളക്കായിരുന്നു ഇല്ലേ? ഇപ്പം കറണ്ട് പോകുമ്പോൾ ആ വിളക്കിനെ തിരിയിനെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ വൈകിട്ട് വരെ കറണ്ട് വരുന്നത് വരെ ചോറ് കഴിക്കാതെ 2 നേരം ഇരിക്കുമോ? അപ്പോൾ എന്ത് ചെയ്യും? അമ്മിക്കല്ലിട്ട് അരയ്ക്കും, അല്ലെങ്കിൽ ഇടിച്ചെടുക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വേണം വലിയ ആവശ്യത്തിന്. അപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊന്നും നമുക്ക് വേണ്ട, പഴയതൊന്നും വേണ്ട. ചിലവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്കെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് അവർ ചിന്തിക്കുന്നത്, അയ്യോ കൊടുക്കണ്ടായിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നാൽ മതിയായിരുന്നു. എന്ന് നമുക്ക് പഴയതേ ശാശ്വതം കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു പുതിയ ഡ്രസ്സ്, ഒരു ഉദാഹരണം നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഒരു പുതിയ ഡ്രസ്സ് നമുക്കിപ്പോൾ കിട്ടിയെന്ന് വെച്ചോ, നമ്മൾ ഇട്ടിരിക്കുന്ന പഴയ ഡ്രസ്സ് നമ്മൾ അത് ഇനി എനിക്ക് ആ ഡ്രസ്സ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളതൊരു മൂലയ്ക്കിടുക. അപ്പോൾ ഈ കിട്ടിയ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങ് നടക്കുവാണ്. അപ്പോൾ ഒരു ദിവസം ഈ ഡ്രസ്സ് അങ്ങ് നമ്മൾ കഴുകിയിട്ട് നമുക്ക് ഇടാൻ വേറെ ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ആ ഉപേക്ഷിച്ചതായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് ധരിക്കുന്നത്. നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ആവശ്യത്തിന് പെട്ടെന്ന് പോകണം, അർജൻറ്റ്, എന്തിട്ടിട്ട് പോയോ ഒന്നുമില്ല, നമ്മളെവിടെ എടുത്ത് എറിഞ്ഞതായിരിക്കും നമ്മുടെ കണ്ണിൽ നമ്മുടെ അധോനായി കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും പുതിയത് എപ്പോഴും വേണമെങ്കിലും കിട്ടും, പഴയതിനെ നമ്മൾ മറക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നമ്മൾ പഴയത് മറക്കരുത് ഒരിക്കലും, അത് സൂക്ഷിച്ച് വയ്ക്കണം. ഞാൻ പല കാര്യങ്ങളും സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? എൻ്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ടാഗുകൾ, അവരുടെ സ്കൂളിൽ പഠിച്ച യൂണിഫോം, അവരുടെ സോക്സ്, അവരുടെ പല കാര്യങ്ങളും, അതൊക്കെ അവരുടെ ഓർമ്മയാണ് പുതുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ്, ഞാനൊരു വീട് പണിയുകയാണെങ്കിൽ ഞാൻ കിണർ വയ്ക്കും, ഒരു കിണർ കുഴിക്കും. ഒരു കിണറെന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ ആശ്രയിക്കാൻ പറ്റുള്ളൊരു ടൈമിന്. അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ വെള്ളം ടാങ്കിലില്ല, നമ്മൾ കിണർ തന്നെ. ഇതിപ്പോൾ കേൾക്കുന്ന ആരായിരുന്നാലും ഇതിനോട്ട് യോജിക്കുന്നവരുണ്ടാകും, എനിക്ക് 100% ഉറപ്പാണ്. ജീവിതം അറിഞ്ഞവർ, എന്നെപ്പോലെയുള്ള മനസ്സുള്ളവർ ഇതിനോട്ട് യോജിക്കും, അത് ഉറപ്പാണ്. ചിലവർ യോജിക്കില്ലായിരിക്കും, അവർക്കതിൻ്റെ ഇത് അറിയാൻ മേലാഞ്ഞിട്ടാണ് അവരെ യോജിക്കാത്തത്, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കിണർ വയ്ക്കും. അങ്ങനെയൊക്കെ കുറേ മനസ്സിൽ പ്ലാനുണ്ട്. പിന്നെ ഒരു വർക്ക് ഏരിയ വെച്ചിട്ട് അവിടെ ഒരു അടുപ്പ്, പഴയ അടുപ്പുണ്ടല്ലോ, നമ്മൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ അടുപ്പ് കൂട്ടും. ഇപ്പോൾ എപ്പോഴും നമുക്ക് ഗ്യാസ് കാണുമോ? ഗ്യാസിൽ നമ്മൾ അടുപ്പിൽ യൂസ് ചെയ്യണ്ടേ? ആ പഴയ കാലത്തിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരും. ഇപ്പോൾ അതേണ്ട ഗ്യാസിന് ക്ഷാമം വന്നപ്പോൾ എന്നാ ചെയ്തു എല്ലാവരും? ഈ വിറകും ചിരട്ടയും ഒന്നും വേണ്ട, എല്ലാവരും അങ്ങ് ദൂരെ എറിയുക, ആക്രിക്കാർക്ക് എടുത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാവരും സ്വരുക്കൂട്ടുക. എന്നോട് വന്ന് പറയുക, ഇപ്പോൾ എല്ലാവരും സ്വരുക്കൂട്ടുക, എവിടെയെങ്കിലും നുള്ളി പറക്കിക്കൊണ്ട് പോവുക. കാണുന്നതൊക്കെ ചുള്ളി കമ്പുകളും എല്ലാം. എന്തുകൊണ്ടാണ്? ആ ക്ഷാമം വന്നപ്പോൾ ആ പഴയ കാലം ഓർമ്മ വന്നു.
അതേ എന്ന് ശാശ്വതം നിലനിൽക്കത്തുള്ളൂ. ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും ഈ കാണുന്നതെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനിയുള്ള തലമുറകളെങ്കിലും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അഖിൽ മാരാറ് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഫുള്ളും കേൾക്കാൻ പറ്റാതെ പുള്ളീനെ എടുത്തിട്ട് അങ്ങ് അലക്കുക ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പറയാതെ ഇരുന്ന എൻ്റെ അടുത്ത് എൻ്റെ അധോനായി, സ്വർഗത്തിലിരിക്കുന്ന അധോനായി എന്നോട് ചോദിക്കും, നിനക്ക് ശരിയെന്ന് തോന്നിയ നീ എന്തുകൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുത്തില്ല എന്ന് എന്നോട് ചോദിക്കും. എൻ്റെ മനസാക്ഷി ചോദിക്കും. എൻ്റെ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോസിൽ ഇന്നലെ എടുക്കണമെന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മോന് കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പ് അടച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി പേര് കംപ്ലൈൻറ്റും പറയുന്നുണ്ട്, വരുമ്പോൾ ഒക്കെ അടച്ചിടും ചേച്ചി. ഇരിക്കുന്ന സമയം ആരും വരുത്തിയില്ല, അടച്ചിടുമ്പോഴത്തേക്കായിരിക്കും ആരെങ്കിലും വരുന്നത്, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ പോയിരുന്നു. അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് മോനുണ്ട്, അവനിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തായിരുന്നാലും ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഒന്ന് ഉച്ചത്തേക്കുള്ളതും കൂടെ ആക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പറയാമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. എന്നിപ്പോൾ പറയാതെ ഇരുന്ന എൻ്റെ മനസാക്ഷി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല? ഞാൻ എവിടെ തെറ്റ് കണ്ട, ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞില്ല, എവിടെ തെറ്റ് കണ്ട, എവിടെ അനീതി കണ്ട ഞാൻ അവിടെ പ്രതികരിച്ചിരിക്കും. അതിപ്പോൾ ഏത് വലിയ എൻ്റെ അധോനായിനേക്കാൾ ഈ ഭൂമിയിലുള്ള ആരെയും എനിക്ക് പേടിയില്ല. ഞാൻ ആരുടെ മുന്നിൽ, ഏത് വലിയവൻ്റെ മുന്നിലായിരുന്നാലും ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. അതിനുള്ള അവകാശം എൻ്റെ അധോനായി എനിക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. അതൊക്കെ തന്നിട്ടാണ് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അത് ആർക്കും തടയാൻ പറ്റില്ല, കേട്ടോ എന്ന് പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് തലമുറയിലെ കുട്ടികളോട് ഞാൻ പറയുകയാണ്, അമ്മമാരെ നിങ്ങൾ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, അവരുടെ ആരോഗ്യം നിങ്ങൾ നോക്കുക. നിങ്ങൾ വളർത്തി കൊണ്ടുവന്നില്ലേ? അപ്പോൾ നിങ്ങൾ അമ്മമാർ പുറത്ത് ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ വെള്ളം കോരി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വച്ചിരിക്കും. എന്നിട്ട് അമ്മ വന്നിട്ട് കുളിക്കും കേട്ടോ, കുളിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അങ്ങനെയൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം. ആ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും. ആ അമ്മ വരുമ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് ഇത്തിരി റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇത്തിരി കിടന്നോളാൻ വയ്യാന്ന് പറഞ്ഞായിരിക്കും അവർ അവിടെ നിന്ന് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ മോള് നോക്കി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ത് സന്തോഷമായിരിക്കും. കൂടുതൽ സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നത്തേ ഉള്ളൂ അമ്മയ്ക്ക്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള തലമുറ അമ്മമാരെ ഹെൽപ്പ് ചെയ്യുക. ഇനിയുള്ള കുട്ടികൾ, ഗർഭിണിയാകുന്ന കുട്ടികൾ, ഇനിയുള്ള കുട്ടികൾ, പിന്നെ ഇതുപോലെ അസുഖമൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, ഗർഭിണിയാണെങ്കിൽ നിങ്ങളിങ്ങനെ ജോലി ചെയ്ത് തന്നെ നിങ്ങൾ സുഖപ്രസവത്തിലോട്ട് പോകാൻ നോക്കുക. സിസേറിയനൊക്കെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുക എല്ലാവരും. കാരണം സിസേറിയൻ കൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്, ശരീരത്തിൻ്റെ ഇതൊക്കെ മാറും. അപ്പം നിങ്ങൾ ഇന്നത്തെ കുട്ടികളെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ ശരീരമൊക്കെ സൂക്ഷിക്കുന്ന സ്ലിം ആകുന്ന ആഗ്രഹിക്കുന്നവരാണ്, മനസ്സിലായോ? അതിനാണ് ഈ ജിമ്മിലും അതിലൊക്കെ പോയി അവർ വണ്ണങ്ങളൊക്കെ കുറയ്ക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സുഖപ്രസവമായിരിക്കും. നിങ്ങൾക്ക് വയറും വീർക്കില്ല, നിങ്ങളുടെ ശരീരവും പോവില്ല, അവിടെ ഇവിടെയൊക്കെ വീർത്തിരിക്കുകയൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ചിലവരൊക്കെ കാണത്തുള്ളൂ. എല്ലാവരും ഇതുപോലെ പറഞ്ഞു തരണമെന്നില്ല. പക്ഷേ എനിക്ക് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പണ്ടേ അങ്ങനെയാണ്. പണ്ട് കാലങ്ങളിലും കൊച്ചുകുട്ടികളെയൊക്കെ പിടിച്ചിരുത്തിയിട്ടൊക്കെ എനിക്കറിയാവുന്ന കഥകളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് കേട്ടിരിക്കും അവരിങ്ങനെ, മനസ്സിലായോ? അങ്ങനെയൊക്കെ ഒത്തിരി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെയൊക്കെ മറ്റുള്ള കുട്ടികളെ ഒരുക്കി വിടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒത്തിരി ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ നിതിൻ രാജുവിൻ്റെ കാര്യം. ഇപ്പോൾ ഹർത്താൽ 2 ദിവസം മുമ്പേ കഴിഞ്ഞല്ലോ, അത് ഭയങ്കര ഇതായിപ്പോയി കേട്ടോ. എല്ലാവരും യോജിക്കേണ്ടതായിരുന്നു, എല്ലാവരും അനുകൂലമായിട്ട് നിൽക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ആ ഹർത്താൽ അവർ നടത്തിയപ്പോഴത്തേക്ക് അത് പൊളിക്കാൻ എന്തെല്ലാം അവർ പ്രയോഗിച്ചു. ഇതൊക്കെ തെറ്റല്ലേ? ഒരു പെണ്ണ് വന്ന് തന്നെ, അവളാണ് പെണ്ണ്, അവളിനെ പോലെ ആയിരിക്കണം പെണ്ണ്. പേരെനിക്കറിയില്ല, ഞാൻ ഇന്നലെ കണ്ടതാണ് രാത്രിയിൽ വീഡിയോസ്. അവളെന്ത് തൻ്റെ കണ്ണിങ്ങായിട്ട് അവൾ പറയുവാണ്. അത് കറക്റ്റല്ല ആ കുട്ടി പറയുന്നത്. ഈ സമരങ്ങൾ പൊളിക്കാനായിട്ട് നാണമുണ്ടോ ഈ പോലീസുകാർക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട്? നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ? നിങ്ങൾക്കൊരു മനസ്സില്ലേ? നിങ്ങൾ ചിലപ്പം അവരുടെ മുകളിലിരിക്കുന്നവരുടെ ഇത് കേട്ടിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് സഹകരിക്കണം എന്നൊക്കെ ചില പോലീസുകാർക്ക് ഉണ്ടാവും.
ചില പോലീസുകാർക്കല്ല, എല്ലാ പോലീസുകാർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലവർ പണം മോഹിച്ച് പോകുന്നവരുമുണ്ട്, മറ്റുള്ളവർക്ക് അനീതിക്ക് നിൽക്കുന്നവരുമുണ്ട്. ചിലവർ നല്ല മനസ്സുള്ള പോലീസുകാരും ഉണ്ട് ഇതിൽ. പക്ഷേ എന്ത് ചെയ്യും, അവരുടെ ജോലി അതായിപ്പോയി. മനസ്സിലായോ? അവർക്കും കുടുംബമുണ്ടല്ലോ. എന്നാലും നമ്മുടെ മനസ്സാക്ഷി എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ ന്യായത്തിന് നിൽക്കുക, ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക. പക്ഷേ ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ആ കുഞ്ഞിൻ്റെ ജീവന്, ആ ഒരു പോയതിനെ തിരിച്ച് കിട്ടില്ലെങ്കിൽ അവനൊരു നീതി വാങ്ങിച്ചു കൊടുക്കുക. ഇനി വരുന്ന തലമുറകൾക്ക് ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ സമരം നടത്തിയത്. ആ കുഞ്ഞിന് ഒരു വിലയില്ല, ആ കുഞ്ഞിൻ്റെ ജീവനൊരു വിലയില്ല ആർക്കും. ഈ എതിർത്തവർക്കൊക്കെ, ആ സമരം പൊളിക്കാനൊക്കെ എന്തൊക്കെ ആൾക്കാരായിരുന്നു. അതിനോട്ടൊക്കെ യോജിച്ചവരാണ് ഞാനൊക്കെ. നല്ല നല്ല കാര്യം, സമരം നടത്തണം, അങ്ങനെ തന്നെ നീതി മേടിച്ചു കൊടുക്കണം, അവനെ ശിക്ഷിക്കണം, അവനെ ആ സംഗീത ആ മേഡവും പിന്നെ ഈ പ്രിൻസിപ്പൾ ഇവിടെ ആരൊക്കെ ഇതിലൊക്കെ നിതിൻ രാജിനെ കൊന്നിട്ടുണ്ടോ അവരെല്ലാം ക്രൂശിക്കണം ഇതിൽ, അത് ഉറപ്പാണ്. അത് എല്ലാവരും തുറങ്കിൽ അടയ്ക്കണം. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവരെല്ലാം ഈ കുഞ്ഞിൻ്റെ ജീവനെല്ലാം തെറ്റ് ചെയ്തവരാണ്. അപ്പോൾ അവർ ശിക്ഷ അർഹിക്കുന്നവരാണ് ഇവരത്രയും. മെയിനായിട്ട് കൊടുക്കേണ്ട റാമിനാണ്, സംഗീതയ്ക്ക്. അപ്പോൾ ഇവർ പോലീസുകാർ ഈ പറഞ്ഞതുപോലെ, അവർ പറയുന്നത് പോലെ, കുട്ടി പറയുന്ന പോലെ പലരും പറയുന്നുണ്ട്, ഈ പോലീസുകാർ ഇന്ന് നിരീക്ഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, അവരെവിടെയൊക്കെയോ നിരീക്ഷിക്കണം, അവർ കേരളത്തിൽ തന്നെ ഉണ്ട്, അവരുടെ അണ്ടറിൽ തന്നെ അവർ പാർപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് പുള്ളിക്കാരി ജാമ്യം എടുക്കാനായിട്ട് ഇത്രയും പബ്ലിക്കായിട്ട് അവർ കോടതിയിൽ വന്നത്? എങ്ങനെ വന്നു? കൺമുമ്പിലുണ്ടായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെവിടെ നാട് വിട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യരുത്, നിങ്ങളിവിടെ ഉള്ള നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്യരുത്. ജനങ്ങളാണ് വോട്ടിട്ട് അവരെ ജയിപ്പിച്ച് വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അവരെ ഇന്ന് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർക്ക് ഒരു പ്രയോജനവും ഇല്ല. നാട്ടുകാരെ കൊണ്ട് വലിയ നേതാക്കന്മാർ തിന്നുകൊണ്ടിരിക്കുക, സാധനത്തിന് വില കയറ്റിയും വില കൂട്ടിയിട്ടും, മനസ്സിലായോ? അപ്പം നിതിൻ രാജു എന്ന് പറയുന്ന ഇത് ഇനി അവനോടുകൂടി അവസാനിക്കണം. ഇനിയുള്ള ഒരു കുട്ടി പോലും ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല, കൊല്ലപ്പെടാൻ പാടില്ല. ഒരു സാറുമാരും, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇത് പറഞ്ഞു, ഇനിയുള്ള സാറുമാരനെയും ടീച്ചർമാരനെയും എല്ലാം ഇൻ്റർവ്യൂ ചെയ്ത് തന്നെ കോടതിയും ഗവൺമെൻറ് എടുക്കണം, അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കാട്ടുവാസി ഇവരെന്നൊക്കെ പറഞ്ഞ് അവർ ജാഥയ്ക്ക് ഇറങ്ങി, അവർ കാട്ടുവാസി എന്ന് പറഞ്ഞ് മുദ്ര കുത്തിച്ചത് ആരാ? നിങ്ങളെപ്പോലെ ഉള്ളവരാണ് അവർ കാട്ടുവാസി എന്ന് പറഞ്ഞത്. അത് ജന്മന അവർ കാട്ടുവാസിയൊന്നുമല്ല, അവരവിടെ ജനിച്ചു വളർന്നു. നിങ്ങൾ സിറ്റിയിൽ ജനിക്കുന്നു, അവർ കാട്ടിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് കാട്ടുവാസിയാവും. അവർ കാട്ടുവാസിയാണ്. ദൈവത്തിന് യേശുവായിൻ്റെ അദോനായി സൃഷ്ടിച്ച ഒരാണിനെയും പെണ്ണിനെയാണ്. ചെളിയും മണ്ണിലും വെച്ച് ഉണ്ടാക്കി സൃഷ്ടിച്ച ഒരാണിനെയും പെണ്ണിനെയാണ്. ഒരാണ് പെണ്ണെന്നുള്ള ആ ഒരു പേരാണ് അദോനായി കൊടുത്തത് സൃഷ്ടിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും. അല്ലാതെ നീ ഈഴവനാണ്, നീ മുക്കുവനാണ്, നീ മേത്തനാണ്, നീ പിന്നെ ബ്രാഹ്മണനാണ്, നീ പിന്നെ പറയനാണ്, പട്ടിയാണ് എന്നൊന്നും ആരും യേശു ആർക്കും പേരിട്ട് കൊടുത്തില്ല, ജാതി തിരിച്ചിട്ടില്ല. ഒരാണും പെണ്ണും എന്നുള്ളൊരു പേര് മാത്രമേ ഇട്ടുള്ളൂ ജനിപ്പിച്ചിട്ട്. എന്നിട്ട് ജീവശ്വാസം ഊതിയാണ് കൊടുത്തത്. അങ്ങനെയാണ് ജീവൻ വെച്ച അവർക്ക് ആ മണലിൽ നിന്നുണ്ടാക്കിയ ആ രൂപത്തിന്. അങ്ങനെയാണ് ഈ ലോകത്തിൽ മനുഷ്യനുണ്ടായത്. ആ മനുഷ്യനെ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഈ കാട്ടുവാസി എന്ന് പറയാനും ഈ പേരിട്ട് വിളിക്കാനും ആ ജാതി കുറഞ്ഞവനാണെന്ന്? ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പറയണ കാട്ടുവാസി എന്ന് നിങ്ങൾ പറയുന്നു, അവർ കാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് അവരങ്ങനെ ഇട്ട് നിങ്ങൾ വിളിക്കുന്നതാണ് കാട്ടുവാസി എന്നും പറഞ്ഞ് അവർ മനുഷ്യനില്ലാണ്ടാവുമോ? മനുഷ്യരല്ലാണ്ടാവുമോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെയാണല്ലോ അവർക്ക് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, എല്ലാം സർവ്വതും നിങ്ങൾക്ക് എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതെല്ലാം അവർക്കും ഉണ്ട്. നിങ്ങളുടെ ശരീരത്ത് ഏത് ബ്ലഡാണ് ഓടുന്നത് അത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെ ശരീരത്തും. എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യനും എല്ലാം ബ്ലഡ് ഒന്ന് തന്നെയാണ്, ചുവപ്പ്. എല്ലാവരുടെ ശരീരത്തും ഓടുന്ന ഈ ബ്ലഡ് തന്നെയാണോ? പിന്നെ ഈ ജാതിയെയും മതത്തിനെയും തിരിച്ച് നിൽക്കുന്ന ആ പയ്യൻ്റെ ജീവൻ എടുത്തവരടുത്ത് ഞാൻ പറയുവാണ്, ഈ ജാതി മതം പറയാൻ നിനക്കൊക്കെ ആരാ അവകാശം തന്നത്? എൻ്റെ അദോനായി തന്നോ? നിനക്കൊക്കെ ഇവിടെ നിനക്കൊക്കെ അവിടെ ഒരു ഇതുണ്ട്, ന്യായവിധിയുണ്ട്. അവിടെ നിന്ന് ഒരിക്കലും നീ രക്ഷപ്പെടില്ല. പക്ഷേ ഇവിടെയും തടങ്കലിട്ടേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങി തിരിച്ച സമരം ഉണ്ടാക്കുക. എന്നിട്ട് അത് പൊളിക്കാൻ വേണ്ടിയിട്ട് നിന്നെപ്പോലെ തന്നെയല്ലേ എക്സ്റേ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്ക്. കാട്ടുവാസികളൊക്കെ കാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് അവരെ പോലെ ഞാൻ അവരൊരിക്കലും അങ്ങനെ വിളിക്കില്ല, കാട്ടുവാസി, പട്ടികജാതി എന്നോ. ഞാൻ ആരെയും അങ്ങനെ സംബോധന ചെയ്യത്തില്ല. കാരണം എന്നാണെന്നറിയാമോ, അവർ മനുഷ്യരാണ്, ആണും പെണ്ണുമാണ്. അതാണ് യേശു അവർക്കിട്ട പേര്. അത് തന്നെയാണ് ഞാനും അവരെ സംബോധന ചെയ്യുന്നത്.
ഇന്നെനിക്ക് ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ എനിക്ക് പലരും എന്നോട് ചോദിക്കും ഇതാണെന്ന്. ഞാൻ പറയും എൻ്റെ അദോനായിയുടെ പിൻഗാമിയാണെന്ന് പറയും. എനിക്ക് ക്രിസ്ത്യാനിയെന്ന് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല. മനസ്സിലായോ? അത് ജാതി ഉൾപ്പെട്ടാണ് അത് പറയുന്നത്. ഞാൻ എൻ്റെ യേശുവായിൻ്റെ അനുയായിയാണ് ഞാൻ. എനിക്കത് പറയാനാണ് എനിക്കിഷ്ടം. മനസ്സിലായോ? അപ്പം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ? അദോനായി സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ അവയവങ്ങൾ എന്നല്ലേ അവർക്കും ഉള്ളൂ. അവർ ഭക്ഷിക്കുന്ന എന്നെയാണോ നിങ്ങളും ഭക്ഷിക്കുന്നത്? അവർ ഈ പറയുന്ന പോലെ, ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നല്, അവർ തൂറുന്ന പോലെ തന്നെയാണോ നിങ്ങളും തൂറുന്നത്? അവർ മൂത്രം ഒഴിക്കുന്ന പോലെയാണോ നിങ്ങളും മൂത്രം ഒഴിക്കുന്നത്? അവർ ബന്ധപ്പെടുന്ന പോലെ തന്നെയാണല്ലോ നിങ്ങളും ബന്ധപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, അവർക്കും കുഞ്ഞുങ്ങളുണ്ടാകും. പിന്നെ എന്താടോ എവിടെയാടോ വ്യത്യാസം ഇരിക്കുന്നത്? കറുപ്പും വെളുപ്പും അത്രയല്ലേ വ്യത്യാസം? അതെല്ലാ ഇതിലും ഉണ്ട്. മനസ്സിലായോ? അത് യേശുവായിൻ്റെ സൃഷ്ടിയാണത്. കറുപ്പിനാണോ ഏഴഴകെന്ന് പറയുന്നത്? കറുപ്പിനാണ് ഏഴഴക. കുഞ്ഞ് എന്ത് സ്മാർട്ടാണ് ആ രാജുവിനെ കാണാനായിട്ട്. അവൻ്റെ ചിരീൻ്റെ അരികത്ത് വരുമോ ഈ റാമിൻ്റെ ചിരി? അവൻ്റെ കോഞ്ഞാട്ട മോന്ത കാണാനായിട്ട്, കുരങ്ങൻ്റെ മോന്ത, ഖബീഷിൻ്റെ ഈ കുരങ്ങൻ്റെ മോന്ത പോലെ ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പൊങ്ങി. അപ്പോൾ അവനെ നമ്മൾ കുറ്റം പറയണ്ടേ? അവനേക്കാൾ എന്ത് സ്മാർട്ടാണ് ആ പയ്യൻ. ആ ചിരിക്ക് കൊടുക്കണമല്ലോടോ അവൻ്റെ. നീയൊക്കെ അവനെ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാനായിട്ട് നിനക്ക് ഇവിടെയും ശിക്ഷ കിട്ടണം, അവിടെ ഇതിനേക്കാൾ മുമ്പ് ശിക്ഷയാണ് മുകളിലിരിക്കുന്നത്. എൻ്റെ അദോനായി നിനക്കൊക്കെ തരാനിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു നിയമമുണ്ട്, അത് നിയമം പാലിച്ചേ പറ്റുള്ളൂ. ഗവൺമെൻറ്റും കോടതി ഈ നിയമം കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനാണ് അവർ സമരത്തിന് വന്നത്. അത് ചെയ്തേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ടാണ് കോടതി വെച്ചിരിക്കുന്നത്, അനീതിക്ക് വേണ്ടിയിട്ടല്ല. നീതിക്ക് വേണ്ടിയിട്ടാണ് കോടതിയിൽ ആൾക്കാർ വരുന്നത്. ജഡ്ജി നീതി നടത്തണം. ആരുടെ മുഖം നോക്കരുത്. വലിയവൻ്റെയും മന്ത്രിമാരുടെ ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. ജഡ്ജിയുടെ മനസ്സിൽ എന്താണ് തോന്നുക അത് നടപ്പിലാക്കുക. നാളെ ഒരിക്കൽ ഇത് യേശുവായിട്ട് ജഡ്ജി തന്നെ കണക്ക് കൊടുക്കേണ്ടി വരും. അവിടെ പറയണം, ജഡ്ജി ഇതെല്ലാം പഠിച്ചിട്ടല്ല, ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, അതിൽ എഴുതിയിട്ടുണ്ടല്ലോ ന്യായത്തിന് എന്തൊക്കെയാണെന്ന്. കുറേ നിയമങ്ങളൊക്കെ ഇതൊക്കെ അറിയാമല്ലോ. അതിനാണല്ലോ കോടതി ദൈവം സൃഷ്ടിച്ചത്. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യുന്നവൻ പുറത്തും തെറ്റ് ചെയ്യാത്തവനെ പിടിച്ച് അകത്ത് വിടുക. നേരെ തിരിച്ചാ. മനസ്സിലായോ? അപ്പോൾ അവരെക്കാളും കൂടുതലൊന്നും ഈ പറയുന്ന ജാതി മതം പറയുന്നവ ഈ സമരങ്ങൾ എതിർത്ത് നിൽക്കുന്നവന്മാർക്ക് കൂടുതലൊന്നും ഇല്ലല്ലോ. ഫിറ്റ് ചെയ്ത് വച്ച് നിന്നിട്ടില്ലല്ലോ ദൈവം. നിന്നെ ഫിറ്റ് ചെയ്ത് സ്വർഗത്തിൽ നിറക്കിയിട്ടില്ലല്ലോ. നിന്നെ പ്രസവിച്ചതുപോലെ തന്നെ നിൻ്റെ അമ്മ എങ്ങനെ പ്രസവിച്ചോ അതുപോലെ തന്നെയാണ് അവരെയും പ്രസവിച്ചത്. നിനക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർക്കും ഉണ്ട്. കൂടുതലൊന്നും ആർക്കും ഒന്നുമില്ല. ആർക്ക് ഒന്നും കൊടുത്തിട്ടുമില്ല. യേശുവ അദോനായി സൃഷ്ടിച്ചിട്ടില്ല. ഇത്ര എനിക്ക് പറയണം. കാരണം അതിന് എന്ത് വ്യത്യാസം നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കഴിക്കുന്ന ചോറ് തന്നെയാണ് അവരും കഴിക്കുന്നത്. അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഈ കാട്ടുവാസി എന്ന് പറയുന്നത് ഈ പാടത്തും പറമ്പിലുമൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു വിലയുമില്ലേ പറയുന്ന പോലെ. അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് മേശപ്പുറത്ത് വലിയ വലിയ നേതാക്കന്മാരും തിന്നുകൊണ്ടിരിക്കുന്നത്, കഴിക്കുന്നു. അതെവിടെ നിന്ന് വരുന്ന എന്ത് വെയിലും മഴയും കൊണ്ടാണ് അവരെ കഷ്ടപ്പെടുന്നത്. അതിനെക്കുറിച്ച് ആരെങ്കിലും ഓർക്കാറുണ്ടോ? അതിനെക്കുറിച്ച് പറയുന്നവരുണ്ട്. അവരോട് ഞാൻ അനുകൂലിക്കുകയാണ്. അവരുടെ കൂടെ ഞാൻ നിൽക്കുവാണ്. ആ നല്ല മനസ്സുള്ളവരെ പറയത്തുള്ളൂ. നല്ല മനസ്സുള്ളവർ അവരോടൊക്കെ ചേർന്ന് നിൽക്കത്തുള്ളൂ. മനസ്സിലായി? ആ സമരം പൊളിക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് വാർത്തകളൊക്കെ കണ്ടു ഫേസ്ബുക്കിൽ. ആ സമരം പൊളിക്കാനായിട്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് എല്ലായിടത്തും പൊക്കോണ്ടിരുന്നതാണ്. ഇടയ്ക്ക് ഓരോ ആൾക്കാരെ ഇങ്ങനെ തൊരായിട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ പോയി ഇതിനായിട്ടൊരു സംഘം ഉണ്ട് ഈ സമരം പൊളിക്കാനായിട്ട്. അതിനായിട്ട് ചെയ്തതാണ്. അതേ നിങ്ങൾ തിന്നുന്ന ചോറ് തന്നെയാണ് ഞങ്ങളും തിന്നുന്നത്. ഞങ്ങൾക്കും ബുദ്ധിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധി. ഈ പറഞ്ഞു വിട്ടവർ സമരം പൊളിക്കാൻ പറഞ്ഞു വിട്ടില്ലേ? നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധി, ഞങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്ന ചോറ് തന്നെയാണ് ഞങ്ങളും കഴിക്കുന്നത്. ഞങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും തന്നിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയും തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലത് ഏത് ചീത്ത ഏത് കാണാൻ ഞങ്ങൾക്കറിയാം. ഓരോരുത്തരും ഓരോയിടത്ത് പിന്നെ എവിടെന്നോ ബാംഗ്ലൂരിൽ നിന്നോ എവിടെന്നോ വന്നെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പേ അവർ ഹർത്താൽ അവർ പറയാതെ ചെയ്തെങ്കിൽ അതിൽ ന്യായമായെന്ന് പറയാതെ ആൾക്കാരെ അറിയിക്കാതെ സമരം നടത്തിയത് തെറ്റാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷേ ഇവർ ഒരാഴ്ചയ്ക്ക് മുമ്പേ അവരെല്ലായിടത്തും നോട്ടീസ് കൊടുത്തു. ഫേസ്ബുക്ക് എല്ലാവരുടെ കയ്യിലും, ഇന്ന് ഭിക്ഷക്കാരൻ്റെ കയ്യിൽ പോലും ഉണ്ട് ടച്ച് മൊബൈൽ ഫോണ്. അവർ ഫോണിൽ കൊടുത്തു, വാർത്ത ന്യൂസിൽ കൊടുത്തു. അവരെവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അവിടെ എല്ലാം അവർ എത്തിച്ചു.
ഒരു 28-ാം തീയതി, മാസം അവസാനം 28-ാം തീയതി ജാഥ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന, ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കാതെ ഇരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വമല്ലേ? ഞങ്ങൾ അറിയാതെയാണ് വന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശന്നു. കുറേ പെണ്ണൊന്ന് 2 പെമ്പിള്ളേർ വന്നിട്ട് പറയുക കുട്ടികളെയും കൊണ്ടുവന്ന് എവിടെന്നോ ഇളക്കി വിട്ടതാ, പൈസ 2000 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങളിങ്ങനെ പോയി സമരം പൊളിക്കെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ വേറൊരിടത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഭാര്യയും ഭർത്താവും ഈ പറഞ്ഞതുപോലെ അവൾ ഇന്നലെ ഞാൻ വീഡിയോസിലൊക്കെ അറിഞ്ഞ് അവൾ പബ്ലിക്കായിട്ട് അത് ഓപ്പണായിട്ട് പറയാം. അവൾ പറഞ്ഞതുപോലെ നിനക്കൊക്കെ നേരത്തെ വന്നൂടെ വരണമെങ്കിൽ. ഹർത്താൽ സാധാരണ നടത്തുന്ന ഒരു ഗവൺമെൻറ് മറ്റുള്ള ആൾക്കാർ ഹർത്താൽ നടത്തുമ്പോൾ എന്തൊരു നിശബ്ദതയാണ്. വണ്ടിയില്ല, ആൾക്കൂട്ടമില്ല, റോഡിലേ ആളില്ല, എല്ലാവരും ആഘോഷിക്കുക പറയുന്ന പോലെ. ഈ ഹർത്താൽ വന്നപ്പോൾ എല്ലാവരും വണ്ടി വിട്, അങ്ങനെ വിട്, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, അവർക്ക് ആശുപത്രി പോകണ്ട. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ, അനീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ ചാനലുകാരന്മാർ നടക്കുക. അവന്മാർ ബിഗ് ബോസിൽ വന്ന അവനൊരുത്തം ഉണ്ടായിരുന്നു, അവനും പറയുന്നുണ്ടായിരുന്നു. ഇവനൊക്കെ നാണമുണ്ടോ? ഇവനൊക്കെ മനുഷ്യത്വമാണോ അവനൊക്കെ? നിനക്കൊക്കെ വയ്യെങ്കിൽ നിനക്കൊക്കെ തലേ ദിവസം ബന്ധുക്കാരുടെ വീട്ടിൽ വന്ന് നിൽക്കുക, ഇല്ലെങ്കിൽ ഒരു റൂം എടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ചത്തൊന്നും പോവില്ലല്ലോ. അയാളെ കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ട്, പുള്ളിക്കാരനെ കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ട്. ഇതൊക്കെ നല്ല അഭിനയങ്ങളാണെന്ന് നമുക്ക് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ മന്ദബുദ്ധികളൊന്നുമല്ല. ഒരു രോഗീനെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ ഇറക്കി അത് ഹർത്താൽ അങ്ങ് ഇതാക്കി കളഞ്ഞു. പക്ഷേ ഇന്നും ജനങ്ങൾ മൊത്തം അവരുടെ പക്ഷത്ത് തന്നെയാണ്. നീതി വരും, ഉറപ്പാണ്. കോടതി കൊണ്ടുവന്നിരിക്കും, അവരെ ശിക്ഷിച്ചിരിക്കും. എൻ്റെ അദോനായി എന്ന് പറയുന്ന ഈ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെല്ലാം എൻ്റെ അദോനായിയുടെ പക്കലുണ്ട്. ആ അദോനായി കൊണ്ടുവന്ന് അവരെ ഇതാക്കും. ആ നിയമം ജഡ്ജിയിൽ കൊടുക്കും. ഇന്ന നിയമം കൊണ്ടുവരാൻ പറയും, കൊണ്ടുവന്നിരിക്കും. ഈ പറഞ്ഞതെല്ലാം വരും. ഇവരെയൊക്കെ ശിക്ഷിക്കുകയും ചെയ്യും, ഇവരെയൊക്കെ തുറങ്കിൽ അടയ്ക്കുകയും ചെയ്യും. അതുറപ്പാണ്. അവൻ്റെ ആ കുഞ്ഞിൻ്റെ രക്തത്തിന് ആരൊക്കെ പങ്ക് ചേർന്നിട്ടുണ്ടോ, ആരൊക്കെ ജീവൻ എടുത്തിട്ടുണ്ടോ, അവരെല്ലാം തുറങ്കിൽ അടയ്ക്കപ്പെടും. അതുറപ്പാണ്. അതിനൊരു സംശയവുമില്ല. ആരും രക്ഷപ്പെട്ടു പോവില്ല. ആരും രക്ഷപ്പെടുത്തി അത് കൂട്ട് നിൽക്കുന്നവരും കുറ്റവാളികളാണ്. ഇവരെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നവരും കുറ്റവാളികളാണ്. അവരുടെ പേരിലും കേസെടുക്കണം. അവരുടെ പേരിലും ഈ ജനങ്ങൾ മൊത്തം ഇളകിയാ ഉണ്ടല്ലോ, ഈ ജനങ്ങൾ മൊത്തം. പക്ഷേ എന്ത് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കിടക്കുവാണ്. അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ മൊത്തത്തിൽ ജനങ്ങളെല്ലാം ഇളകും. എല്ലാ ജില്ലക്കാരും ഈ ലോകത്തിൽ എവിടെയൊക്കെ ഗൾഫിൽ പുറം രാജ്യങ്ങളുണ്ടോ എല്ലാം അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ ദുഷ്ടത ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് പേരെ കാണത്തുള്ളൂ. പക്ഷേ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ജനം മൊത്തം നിൽക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. എവിടെ കൂടുതലുണ്ടോ അവിടെ അദോനായി കൂടെ ഉണ്ടാകത്തുള്ളൂ. അതുറപ്പാണ്. ജഡ്ജി കൊണ്ടുവരും. എൻ്റെ ഉറപ്പാണ്. എനിക്ക് വിശ്വാസമുണ്ട് ആ ജഡ്ജിയിൽ, ഈ ഇരിക്കുന്ന ജഡ്ജിയിൽ. അവർ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് അവർക്ക് ഇതിലാരൊക്കെ കുട്ടിയുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ടോ, ആരൊക്കെ കാരണമായിട്ടുണ്ടോ, ആരൊക്കെ കുട്ടിയുടെ ബ്ലഡ് ആ രക്തത്തിന് പങ്കു ചേർന്നിട്ടുണ്ടോ, അവരെല്ലാം തുറങ്കിലടച്ചിരിക്കണം. പുറലോകം കാണാൻ പാടില്ല. ഇനി കോടികൾ തരാമെന്ന് പറഞ്ഞാലും വഴങ്ങരുത് ആരും, ഒരു ഉദ്യോഗസ്ഥരും. നിങ്ങൾക്ക് നാളെ ഇത് സംഭവിക്കാം, നിങ്ങളുടെ വീട്ടിലും സംഭവിക്കും ഇത് നാളെ. ഇതുകൊണ്ട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും സംഭവിക്കും. ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ മൊത്തത്തിൽ ഇളകും. അതുറപ്പാണ്. കോടതി ഒരു നിയമം കൊണ്ടുവന്നേ പറ്റുള്ളൂ. പ്ലീസ്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞ് ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നീതി കിട്ടിയേ പറ്റുള്ളൂ. നിതിൻ രാജിന് നീതി കിട്ടണം. ഇനി ഒരു കുട്ടി ഇനി ആത്മഹത്യ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ഇന്നലെ വീഡിയോസിൽ അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. മക്കളെ, നിങ്ങളൊരു പെൺകുട്ടികളല്ലേ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പറഞ്ഞ വാക്കിൽ തന്നെ നിൽക്കണമായിരുന്നു. നിങ്ങൾ എന്തിനാണ് വാക്ക് മാറ്റി പറഞ്ഞത്? നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടുകാരെയോ നിങ്ങളെയോ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കോടതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഞങ്ങളെ ഇന്നവർ ഞങ്ങളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുവാണ്, ഞങ്ങളിങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടുകാരനെ എന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മാർക്ക് തരില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നേരെ പോയി നിങ്ങൾക്ക് അവിടെ ജഡ്ജിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഹാജരായിട്ട് പറയാം കോടതിയിൽ. എന്തുകൊണ്ട് നിങ്ങൾ ആ തൻ്റെ ഇടം എടുത്തില്ല? ഇപ്പം അവന് ആ നിതിൻ രാജു മരിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ തിരിച്ച് പറഞ്ഞു എന്നാൽ ഇപ്പം ഞാൻ മീഡിയസിൽ ഇന്നലെ കേട്ടപ്പോൾ തന്നെ സങ്കടമായിപ്പോയി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വാക്ക് മാറ്റി പറയരുത്. ജനിച്ചാൽ വാക്കൊരിക്കലും ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതൊരു ജീവൻ പോയാലും എന്ത് വില കൊടുത്തും ആ വാക്കിൽ തന്നെ നിൽക്കണം.
അതാണ് ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച മക്കൾ. അല്ലാതെ വാക്ക് മാറ്റി പറയരുത്. അതിനെയാണ് കോടതി നിയമവും. അവിടെ പോകുക, നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അഥവാ അവർ പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കരുത്. നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ ജീവൻ എടുത്ത് നിങ്ങൾ ആ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ആ പൈസ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഇത് ഉറപ്പാണ്. നിങ്ങളിത് ആര് കേട്ടാലും കുട്ടികളെ, നിങ്ങൾ ഈ വരും തലമുറയുള്ള കുട്ടികൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അടുത്ത തലമുറ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട തൻ്റെ ഇടമില്ലേ ഇതൊക്കെ. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു നിങ്ങൾ കോളേജിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. എന്നിട്ട് വീണ്ടും ആ റാമ് കുഴപ്പമില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തോ. നിങ്ങൾ പറഞ്ഞ വാക്കിന് നിങ്ങൾക്ക് വില വേണം. മനസ്സിലായോ? മരിക്കേണ്ടി വന്നാൽ പോലും ആ വാക്കിന് ഇതാക്കരുത്. നിങ്ങൾക്ക് മാർക്ക് തരുന്നില്ലെങ്കിൽ നിങ്ങൾ കോടതിനെ സമീപിക്കുക. ഇനിയുള്ള കുട്ടികളോട് ഞാൻ പറയുകയാണ്, ഇനി ഏത് കോളേജിൽ നിങ്ങൾ പഠിച്ച മാർക്ക് നിങ്ങൾക്ക് അവർ കുറച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ കോടതിയിൽ ജഡ്ജിയോട് പോയി പറയുക. നിയമം എടുക്കും, അവരന്വേഷിക്കും. നിങ്ങൾ എഴുതിയ കറക്റ്റ് ആൻസറിനുള്ള മാർക്ക് അവർ ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കോടതി മേടിച്ചു തരും നിങ്ങൾക്ക് മാർക്ക്. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അവരുടെ കുടുംബ സ്വത്താണോ ഈ പറയുന്ന സാറുമാരുടെ ടീച്ചർമാരുടെ കുടുംബ സ്വത്താണോ നിങ്ങൾക്ക് എടുത്തു തരുന്ന മാർക്ക്? നിങ്ങൾ പഠിച്ചുണ്ടായി, നിങ്ങൾ പഠിച്ചെഴുതുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും അവർ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് മാർക്ക് തരത്തില്ല. നിങ്ങളെ മാർക്ക് വെട്ടിക്കുറയ്ക്കും, ആബ്സെൻറ്റ് വെട്ടിക്കുറയ്ക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞു, നിങ്ങൾ തൻ്റെ ഇടത്തോടെ അച്ഛനമ്മമാരെയും കൂട്ടി ആ കോടതിയിൽ ജഡ്ജിയുടെ മുന്നിൽ പോയി പറയും ഇങ്ങനെയാണെന്ന്. അപ്പോൾ അവർക്ക് ആ തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കും. അവരന്വേഷിക്കും, നിങ്ങൾ എഴുതിയ പേപ്പർ എടുക്കും. കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ ജീവനുള്ള യേശുവായിനെ നിങ്ങൾ വിശ്വസിക്കുക. എന്നിൽ കൂടെ എൻ്റെ ആബിയ സംസാരിക്കുന്ന ഇതൊക്കെ മനസ്സിലായോ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് വന്നതൊന്നുമല്ല, ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പം നിങ്ങൾ പ്രതികരിക്കുക കുട്ടികളെ. അല്ലാതെ നിങ്ങൾ കളം മാറ്റി ഈ രാഷ്ട്രീയക്കാർ കളം മാറ്റുന്ന പോലെ നിങ്ങൾ മാറ്റി ചവിട്ടരുത്. അത് തെറ്റാണത്. ഒരപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. തൻ്റെ ഇടമുള്ള പിള്ളേരായിരിക്കണം നിങ്ങൾ. ആരുടെ മുന്നിൽ നിങ്ങൾ വിറച്ചു പോകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ മാത്രമേ നിങ്ങൾ വിറയ്ക്കാവുള്ളൂ. നിങ്ങൾ മനുഷ്യനെ കണ്ട് പേടിക്കരുത്. നിങ്ങൾ ചൂഷണം ചെയ്യുന്ന അതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അവർക്കെതിരായിട്ട് തന്നെ നിങ്ങൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്ക്. കോടതിയിൽ നിങ്ങൾ പറയൂ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ എന്തിനാണ് മാറ്റി പറഞ്ഞത്? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടുവാണ്. അത് നിങ്ങൾക്ക് തന്നെ ദൂഷ്യമായിട്ട് വരും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇനി ഇങ്ങനത്തെ സ്വഭാവമൊന്നും നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ഇനിയുള്ള തലമുറയൊക്കെ തൻ്റെ ഇടം വേണം. ടീച്ചർമാരോ സാറുമാരോ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ ആരോ പറയുന്നുണ്ടായിരുന്നു, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചൂടാകുമോ അല്ലെങ്കിൽ ജാതി മതം എന്തെങ്കിലും അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ സ്പോട്ടിൽ എഴുന്നേറ്റ് നിങ്ങൾ പറയണം, സാറിന് പഠിപ്പിക്കേണ്ട അധികാരമേ ഇവിടെ തന്നിട്ടുള്ളൂ, അതിനുള്ള ശമ്പളവും തരുന്നുണ്ട്, സാർ അത് മാത്രം ടീച്ചർ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഞങ്ങളെ ആക്ഷേപിക്കാനോ ഞങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് പറയാനോ ഞങ്ങളുടെ മാർക്കിനെക്കുറിച്ച് പറയേണ്ട അധികാരമൊന്നും നിങ്ങൾക്കില്ലെന്ന് നിങ്ങൾ ആ സ്പോട്ടിൽ ആ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഇടത്തോടെ പറയണം. നിങ്ങളെ ഒരു ചുക്കും ചെയ്യത്തില്ല. നിങ്ങളന്ന് തൻ്റെ ഇടം കാണിച്ചു നോക്കിയേ. അവർ പറയ്ക്കും, അവർ പേടിക്കും നിങ്ങളെ കണ്ട്. നിങ്ങളല്ലേ അവരെ കണ്ട് പേടിക്കണം, നിങ്ങളെ കണ്ട് അവരിനി പേടിക്കണം. മനസ്സിലായോ? ആ രീതിയിൽ വരണം നിങ്ങൾ. തൻ്റെ ഇടത്തോടെ ക്ലാസ്സിലിരിക്കുക. അപ്പോഴും മുഖത്ത് നോക്കി പറയണം, നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ട അധികാരം മാത്രം, പഠിപ്പിക്കേണ്ട അധികാരം നിങ്ങൾ പഠിപ്പിക്കുക, നല്ല രീതിയിൽ പഠിപ്പിക്കുക, പറഞ്ഞു തരിക, നിങ്ങൾ പോവുക. ഞങ്ങളുടെ അച്ഛനമ്മമാർ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, ഞങ്ങൾക്കത് മതി, പിന്നെ ഞങ്ങൾക്കുള്ള ബുദ്ധിയുണ്ട് എന്ന് പറയുക. ഞങ്ങൾ ആക്ഷേപിക്കാനോ ഇതാക്കാനോ നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ലെന്ന് നിങ്ങൾ ആ ക്ലാസ്സിൽ അപ്പോഴും എഴുന്നേറ്റ് നിന്ന് ഏത് കുട്ടിക്കും അത് പറയാം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചൂണ്ടി പറയാം. പേടിക്കരുത്. അവരുടെ കുടുംബ സ്വത്തല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മാർക്ക് തരുന്നത്, നിങ്ങളുടെ ആബ്സെൻ്റ് വെട്ടിക്കുറയ്ക്കുന്നത്. അയാളുടെ കുടുംബ സ്വത്തൊന്നുമല്ല, അയാൾക്ക് അതിനുള്ളൊരു അവകാശവും ഇല്ല. അവകാശം നിങ്ങളുടെയാണ്. നിങ്ങളത് അവർ തടഞ്ഞു വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ നേരെ കോടതിയിൽ പോകണം, വീട്ടുകാരെയും വിളിച്ചിട്ട് പോകണം, കംപ്ലൈൻറ്റ് ചെയ്യണം. അതല്ലേ ചെയ്യേണ്ടത്. എനിക്ക് ഇത്രയും ഞാൻ പറഞ്ഞു തരുവാണ്. നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിക്കുക. ഇതൊക്കെ ഓരോ അവസരമാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. ആ അവസരം കളഞ്ഞു കുളിക്കരുത്. ഇനി ഈ പറയുന്ന പോലെ കുട്ടികളെല്ലാം മാറി പറഞ്ഞു എന്നാണ് പറയുന്നത്. വീണ്ടും
പറഞ്ഞ വാക്ക് ഇപ്പം മാറ്റി പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തലമുറ കുട്ടികൾ എന്തുവാണ് ഈ കാണിക്കുന്നത്? തൻ്റെ ഇടമില്ലാത്ത കുട്ടികളാണോ? നിങ്ങൾ എന്തിനാ കുഞ്ഞുങ്ങളെ പേടിക്കുന്നത്? ആരെ കണ്ട് പേടി? നിങ്ങൾ ദൈവത്തെ കണ്ട് മാത്രം പേടിക്കുക. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനെയും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിതച്ചതേ നിങ്ങൾക്ക് കിട്ടൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് തടഞ്ഞു പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നിയമവും സാധ്യതയും എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ നിങ്ങൾ പോകണം, അത് നേടിയെടുക്കണം. അതാണ് കഴിവ്. ആ നിതിൻ രാജുവിൻ്റെ ആത്മാവിന് തന്നെ എന്തിതായിരിക്കും? എന്ത് മോശമാണ്. നിനക്കൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഒന്ന് ചിന്തിക്കുക അവൻ്റെ സ്ഥാനത്ത്. നിങ്ങൾ കുറേ പേര് കരഞ്ഞു കൂവിയൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ അഭിനയമായിരുന്നോ? ആത്മാർത്ഥതയോടെയാണ് കുട്ടീനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടെയാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മൊഴി മാറ്റി പറയരുത്. തൻ്റെ ഇടത്തോടെ മീഡിയേൻ്റെ അടുത്ത് ഇനി പറയണം, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയാണ്. മീഡിയേൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് പറയാം ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്യാഷ് തന്ന് നിങ്ങൾ പബ്ലിക്കായിട്ട് പറയും. ജനം നിങ്ങളുടെ കൂടെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ജനം ഈ ലോകം മൊത്തമുള്ള മനുഷ്യർ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ എന്നാത്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. നിങ്ങളിത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുസരിക്കണം കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ തലമുറയാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ കയ്യിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിതം വേറെ ആരുടെയും കയ്യിലല്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രതികരിക്കണം. വേറെ ആരും വരില്ല മക്കളെ പ്രതികരിക്കാൻ. എല്ലാം ഇന്ന് ചതിയും വഞ്ചനയ്ക്കും കൂട്ടു നിൽക്കുന്ന മനുഷ്യരാണ്. ഇന്ന് പിശാചിൻ്റെ ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. യേശുവായുടെ ഭരണം വരുമ്പോൾ ഇവിടെ കൊല്ലും കൊലയും ഒന്നും കാണില്ല, സ്വർഗമായിരിക്കും. മനസ്സിലായോ? ഇത് പിശാചിൻ്റെ ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എങ്കിലും അതിൽ കുറേ മനുഷ്യർ, നല്ല മനുഷ്യരും ഉണ്ട്. നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കരുത് കുട്ടികളെ. എങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും ഭയന്നു പോവും. നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തൻ്റെ ഇടം കൊണ്ടുവര്. നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്യില്ല. ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ ജനങ്ങൾ. പിന്നെ എന്നാ നിയമം ഉണ്ടല്ലോ, കോടതി ഉണ്ടല്ലോ. നിങ്ങൾ ആരെയും ഭയക്കണ്ട. ഓക്കെ? അപ്പോൾ നിങ്ങളിത് അനുസരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുക. നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തരുന്നതാണ്. നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ റിയാക്റ്റ് ചെയ്യണം മക്കളെ. റിയാക്റ്റ് ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങളുടെ ജീവിതമാണ് പോണത്. ഇതുപോലെ അവർ പലരെ ഉന്നയിട്ടിട്ടുണ്ട്. ഈ പിശാചിൻ്റെ സന്തതികൾ പലരെ ഉന്നയിട്ടിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ കൊണ്ട് തല വച്ച് കൊടുക്കരുത്. ദയവ് ചെയ്ത് പറയുന്ന അനുസരിക്കുക. നല്ല കുട്ടികളാണ് നിങ്ങൾ. അത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി തിരിച്ച് പറഞ്ഞെന്നറിഞ്ഞപ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം ഞാനിത് ഈ വീഡിയോ നിർത്തുവാണ്. ഞാൻ പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ അതോനായി എനിക്ക് ആ മനസ്സ് തന്നു പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ എൻ്റെ കൂടെ അനുകൂലമായിട്ട് നിൽക്കുന്നവർ കമൻറ്റ് ബോക്സിൽ വന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ കൂടെ യോജിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അതങ്ങനെ പറയാം. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ ഞാൻ നാളെ വരാം. അപ്പോൾ നാളെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ബൈബിളിനെ കുറിച്ചും കുറച്ച് വേറെ അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇനിയും പറയാനുണ്ട്. സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കിടക്കുന്നതേ. സമൂഹം ഏത് വഴിക്ക് പോകണമെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഉള്ളവരൊക്കെ എഴുന്നേറ്റാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ വരാം അടുത്തൊരു നല്ലൊരു ഇതായിട്ട്. ഓക്കെ, അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ തോര ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലത്തേക്ക് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് ക്യാരറ്റ് മുട്ടത്തോരൻ. ഓക്കെ, അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നെ മറക്കരുത്, മുഴുവനും കാണണം. ഇത് 13ാമത്തെ എപ്പിസോഡാണ് ഇടുന്നത്. തുടക്കം മുതൽ 1 മുതൽ കാണുക. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്. ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. അവർ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്നതെന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരുവാണ്. ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക. ഇനിയുള്ള വരുന്ന ആൾക്കാർ, തലമുറകൾ, അനീതിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ഈ ലോകം എങ്ങോട്ട് പോകുന്നതെന്നറിയില്ല, അതിന് കൂട്ടു നിൽക്കരുത്. ഞാൻ എല്ലാവരോടും പറയുവാണ്. ഈ മീഡിയക്കാർ അവരെയൊക്കെ അവരുടെ ചില വാക്കുകളൊക്കെ എന്തോന്ന് ഇവർ മീഡിയാസൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇവരൊക്കെ മനസ്സില്ലേ? മനസ്സെന്ന് പറയുന്നത് മനസ്സാക്ഷിയില്ലേ ഇവനൊക്കെ? പിന്നെ അനീതിക്ക് കൂട്ടു നിൽക്കുന്നവന്മാരാണോ ഈ കുറേ മീഡിയക്കാർ? ഇവനൊക്കെ നാണമുണ്ടോ? ഇവനൊക്കെ
എന്തൊക്കെയാണ് പറയുന്നത്, കുറേ കൂടെ പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാണ്. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇനി ആരെയും പൂർണ്ണമായി മുഴുവനും കേൾക്കാതെ ആരെയും ക്രൂശിക്കുകയോ എടുത്തിട്ട് അലയ്ക്കുകയോ ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് പറയുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിലയിരുത്തിയതിന് ശേഷം എന്താണ് നമ്മുടെ മനസ്സിൽ ഇതാകുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക പഴമക്കാരുടെ അടുത്ത്. എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുക. ഓക്കെ. അപ്പം ശരി എന്നാൽ ബായ്.